ജയസറാം പുണ്യാത്മാക്കളെ സാദര പ്രണാമം. ഇന്ന് 1201 കർക്കിടകം 31 2026 ഓഗസ്റ്റ് 16 ഞായറാഴ്ച. 564 വരികളാണ് ഇന്ന് ചിന്തിക്കുന്നത്. അയോധ്യ പ്രവേശം, രാജ്യാഭിഷേകം, വാനരാദികൾക്ക് അനുഗ്രഹം, ശ്രീരാമന്റെ രാജ്യഭാരഫലം, രാമായണത്തിന്റെ ഫലശ്രുതി, ഇത്രയും ഭാഗങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തോടു കൂടിയിട്ട് രാമായണ സാരം അവസാനിക്കുകയാണ്. 31ാമത്തെ ദിവസം എന്ന നിലയ്ക്ക് അധ്യാത്മരാമായണം ഇന്ന് സമ്പൂർണ്ണമാവുകയാണ്. പാരായണം, അതിൻ്റെ ചിന്തയും ഇന്ന് സമ്പൂർണ്ണമാവുകയാണ്. ആദ്യമേ തന്നെ ധർമ്മസ്വരൂപനായ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെയും സീതാദേവിയുടെയും ആഞ്ജനേയ സ്വാമിയുടെയും മഹാഗുരു പരമ്പരയുടെയും അനുഗ്രഹം ഈ കഴിഞ്ഞ ഒരു മാസക്കാലം ഈ രാമായണ സാരത്തെ ശ്രവിച്ച എല്ലാവരിലേക്കും ഉണ്ടാകട്ടെ എന്ന് ആദ്യമേ തന്നെ സങ്കല്പിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. കഴിഞ്ഞ ദിവസം നാം കണ്ടത് ഹനുമത് ഭരത സംവാദമാണ്. ഹനുമാൻ സ്വാമി ഭരതനോട് ശ്രീരാമാദികൾ വരുന്ന വൃത്താന്തം അറിയിച്ചത് നമ്മൾ കണ്ടു. രാമന്റെ ചരിതം എല്ലാം തന്നെ ഹനുമാൻ സ്വാമി അവിടെ വർണ്ണിച്ചു. അതെല്ലാം കേട്ട് പുരവാസികൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നതാണ് നാം കണ്ടത്. തുടർന്ന് അയോധ്യ പ്രവേശമാണ്. ശത്രുഘ്നനോട് ഭരതകുമാരനും അത്യാദരം നിയോഗിച്ചാൻ അനന്തരം. ശത്രുഘ്നനോട് ഭരതൻ വളരെ വേഗത്തിൽ തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയാണ്. പൂജ്യനായ ജ്യേഷ്ഠന്റെ ആഗമനത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യക്രമങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞേൽപ്പിക്കുന്നു. പൂജനാം നാഥൻ എഴുന്നള്ളും നേരത്ത് രാജ്യം അലങ്കരിക്കണമെല്ലായിടവും. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എഴുന്നള്ളുന്ന സമയത്ത് രാജ്യം മുഴുവൻ അലങ്കരിക്കണം. ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാസ്തയ ദീപാവലിയും ഉണ്ടാക്കണം. എല്ലാ ക്ഷേത്രങ്ങളിലും ദീപാവലി ഒരുക്കണം, ബലിപൂജകൾ നടത്തണം, ദീപോത്സവമായിട്ട് അതിനെ അലങ്കരിക്കേണ്ടതായിട്ടുണ്ട്. സൂതവൈതാളിക വന്തി സ്തുതിപാഠകാദി ജനങ്ങളും ഒക്കെ വന്നിരണം. അതായത് വാദ്യമേളങ്ങൾ സജ്ജീകരിച്ചുകൊണ്ട് സ്തുതിപാഠകരുണ്ടാവണം, വാദ്യഘോഷങ്ങൾ ഉണ്ടാകണം, വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കുകയും വേണം, വാദ്യാദികളും ഒരുക്കണം, പൂജയ്ക്കുള്ള ദ്രവ്യങ്ങളൊക്കെ സംഭരിക്കണം, തുടങ്ങി എന്തെല്ലാമാണോ ശ്രീരാമന്റെ ആ വരവിന് വേണ്ടിയിട്ട് തയ്യാറാക്കേണ്ടത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഭരതൻ ശത്രുഘ്നന് നൽകുകയാണ്. മാർഗം അടിച്ച് തളിപ്പിക്കുകയും വേണം, കൊടിക്കൂറകൾ കൊടുക്കി ചേർക്കണം, തുടങ്ങിയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ പറയുകയാണ്. പൂർണ്ണകുംഭങ്ങളും ധൂപദീപങ്ങളും തോർണം പുരദ്വാരി ചേർക്ക സംവത്സരം എല്ലാവരും അവരവരുടെ വീട്ടിൽ എല്ലാ വീടുകൾക്ക് മുന്നിൽ വിളക്ക് തെളിയിക്കണം, പൂർണ്ണകുംഭം വെക്കണം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുകയാണ്. ശ്രീരാമനെ കാണുന്നതിന് വേണ്ടിയിട്ട് ഭൂപതി വീരരും ഒക്കെ വന്നിടണം. പൗരജനങ്ങൾ അപാലവൃദ്ധാവധി, വിവിധ ദേശങ്ങളിലുള്ള രാജാക്കന്മാര്, അതുപോലെ അപാലവൃദ്ധ ജനങ്ങള്, അങ്ങനെ എല്ലാവരും തന്നെ അയോധ്യാപുരിയിലുള്ള അപാലവൃദ്ധം ജനങ്ങളും ഭഗവാനെ എതിരേൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിക്കണം എന്ന് കൽപ്പിക്കുകയാണ്. ശ്രീരാമദേവനെ കാൺമതിനായി വന്ന് പൗരജനങ്ങൾ നിറഞ്ഞത് അയോധ്യയിൽ. അപ്രകാരം ശത്രുഘ്നൻ ഭരതന്റെ നിർദ്ദേശമനുസരിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. എല്ലാം യഥോചിതം സജ്ജീകരിക്കപ്പെട്ടു. ആ സമയത്ത് ശ്രീരാമദേവനെ കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പൗരജനങ്ങളും അയോധ്യയിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുന്നു. വാരണേന്ദ്രന്മാർ ഒരു 10,000, തേരും അവണ്ണം 10,000 തുടങ്ങി ആനയും കുതിരയും കാലാളും എന്ന് വേണ്ട രാജാക്കന്മാര്, അതുപോലെ മുനിമാര് തുടങ്ങി എല്ലാവരും തന്നെ അയോധ്യയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. രാജനാരീജനം തണ്ടിലേറിക്കൊണ്ട് രാജകുമാരനെ കാണാൻ ഉഴറിനാൻ. രാജസ്ത്രീകൾ പല്ലക്കിലേറിയിട്ട് ശ്രീരാമനെ കാണുന്നതിന് വേണ്ടിയിട്ട് വന്ന് അണിനിരന്നു. ഈ അവസരത്തിലാണ് ഭരതൻ തന്റെ പാദുകങ്ങളെ ശിരസിൽ വെച്ചുകൊണ്ട് ശ്രീരാമന്റെ സമീപത്തേക്ക്, അഥവാ ശ്രീരാമനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നത്. പാദുകം മൂർധനി വെച്ചു ഭരതനും പാദചാരേണ നടന്നു തുടങ്ങിനാൻ. പാദുകം തന്റെ ശിരസിൽ വെച്ചുകൊണ്ട് ശ്രീരാമനെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായി പുറപ്പെട്ടു. സോദരൻ താനും നടന്നാൻ അത് നേരം ആദരവ് ഉൾക്കൊണ്ട്. ആ സമയത്ത് ശത്രുഘ്നനാകിയ സോദരൻ ആദരവോടുകൂടിയിട്ട് ഭരതനെ അനുഗമിച്ചു. പൂർണ്ണചന്ദ്രാഭമാം പുഷ്പകമന്നേരം കാണായി ചമഞ്ഞിത് ദൂരേ മനോഹരം. പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്ന ആ പുഷ്പക വിമാനം ആ സമയത്ത് ആകാശത്തിൽ ദൂരെ കാണുവാൻ സാധിച്ചു, ആകാശത്തിൽ തെളിഞ്ഞു. അത് കണ്ടിട്ട് മാരുതപുത്രൻ ഹനുമാൻ സ്വാമി അവിടെയുള്ള പുരവാസികളോട് പറയുകയാണ്, ബ്രഹ്മണ നിർമ്മിതമാകിയ പുഷ്പകം തന്മേൽ അരവിന്ദ നേത്രനും സീതയും. ബ്രഹ്മണ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു പുഷ്പക വിമാനത്തിൽ അരവിന്ദ നേത്രനും സീതയും ലക്ഷ്മണ സുഗ്രീവ നക്തഞ്ചരാധിപ മുഖ്യരായുള്ളൊരു സൈന്യ സമന്യുതം കണ്ടുകൊള്ളിൻ പരമാനന്ദ വിഗ്രഹം. ഇവിടെ ഹനുമാൻ സ്വാമി ആവേശത്തോടു കൂടിയിട്ട് ആ ആകാശത്തിന് മുകളിൽ തെളിഞ്ഞ പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്ന പുഷ്പക വിമാനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുരവാസികളോട് സന്തോഷത്തോടെ പറയുകയാണ്, ബ്രഹ്മനിർമ്മിതമായ പുഷ്പക വിമാനത്തിൽ
ലക്ഷ്മണൻ, സുഗ്രീവൻ, വിഭീഷണൻ തുടങ്ങിയ പ്രമുഖന്മാരോടൊപ്പം അതാ ശ്രീരാമചന്ദ്രനും സീതയും എഴുന്നള്ളുകയാണ്. കണ്ടുകൊള്ളുവിൻ, കൺകുളിരൊക്കെ എല്ലാവരും നോക്കിക്കൊള്ളുവിൻ എന്ന് പറയുകയാണ്. ഹനുമാൻ ഇത്രയും പറഞ്ഞ സമയത്തേക്ക് അപ്പോൾ ജനപ്രീതി ജാതശബ്ദം ഗണം അബ്രദേശത്തോളം ഉൽപ്പതിച്ചു ബലാൽ. ആ സമയത്ത് ശ്രീരാമന്റെ വരവ് കണ്ടിട്ട് ഈ ഹനുമാൻ സ്വാമിയുടെ വാക്കുകൂടി കേട്ട സമയത്ത് അവിടെ ജനങ്ങൾ എല്ലാവരും ആർത്ത് വിളിക്കുകയാണ്, ജയാരവം മുഴങ്ങുകയാണ്. കാരണം ശ്രീരാമനെ 14 വർഷത്തിന് ശേഷം കാണാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്ന അയോധ്യ പുരവാസികൾ എല്ലാവരും തന്നെ ശ്രീരാമനെ കാണുവാൻ വേണ്ടിയിട്ട് ജയാരവത്തോടു കൂടിയിട്ട് അവിടെ ശബ്ദകോലാഹലം ഉണ്ടാവുകയാണ്. ബാലവൃദ്ധ സ്ത്രീ തരുണ വർഗാരവ കോലാഹലം പറയാവതല്ലേതുമേ. ബാലന്മാരുടെയും വൃദ്ധന്മാരുടെയും സ്ത്രീകളുടെയും അതുപോലെ ചെറിയ പെൺകുഞ്ഞുങ്ങളുടെയും ഒക്കെ ശബ്ദങ്ങൾ കൊണ്ട് അവിടുത്തെ കോലാഹലത്തെ വർണ്ണിക്കുവാൻ തന്നെ സാധ്യമല്ല. എല്ലാവരും ശ്രീരാമന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് രാമ രാമ എന്ന് വിളിച്ചുകൊണ്ട് ആ പുഷ്പവിമാനത്തെ നോക്കിക്കൊണ്ട് ശ്രീരാമനെ കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സമയത്ത് വാരണവാജിരഥങ്ങളിൽ നിന്നവർ പാരിലിറങ്ങി വാണിനാർ ഏവരും. മനോഹരമായ പുഷ്പവിമാനത്തിന്റെ മുൻനിരയിലിരുന്ന ഭഗവാനെ കണ്ട് മേരുപർവ്വതത്തിന് മുകളിൽ സൂര്യനെ കണ്ടതുപോലെ ഭരതൻ വണങ്ങി. അപ്പോൾ ഭഗവാന്റെ ഇംഗിതം മനസ്സിലാക്കിയ പുഷ്പവിമാനം പതിയെ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. മേരു മഹാഗിരി മൂർത്തിനി ശോഭയ, സൂര്യനെ കണ്ട പോലെ വണങ്ങി. ശ്രീരാമൻ ആ മേരു പർവ്വതത്തിന്റെ മുകളിൽ ശോഭിക്കുന്ന സൂര്യനെ പോലെയാണ് ഇവിടെ ജ്വലിച്ചു നിൽക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെയുള്ള ശ്രീരാമനെ കാണുവാൻ വേണ്ടിയിട്ട് ഭരതൻ അങ്ങോട്ട് ചെല്ലുകയാണ്. ആനന്ദബാഷ്പം കലർന്നു ഭരതനും സാനുജനായി വിമാനം കരേറിയിടിനാൻ. സന്തോഷത്തോടു കൂടിയിട്ട് ആനന്ദത്തോടു കൂടിയിട്ട് ഭരതൻ തന്റെ അനുജനായ ശത്രുഘ്നോട് ചേർന്ന് ആ വിമാനത്തിലേക്ക് പ്രവേശിച്ചു. വീണു നമസ്കരിച്ചോർ അനുജന്മാരെ ക്ഷോണീന്ദ്രൻ ഉത്സംഗസീമിന് ചേർത്തിയിടിനാൻ. തന്നെ നമസ്കരിച്ച തന്റെ അനുജന്മാരെ ശ്രീരാമൻ ചേർത്ത് പിടിച്ച് മടിയിലിരുത്തുന്നു. കാലമനേകം കഴിഞ്ഞു കണ്ടിയിടുന്ന ബാലകന്മാരെ മുറുകെ തഴുകിനാർ. 14 വർഷത്തിന് ശേഷം കാണുന്ന ആ സഹോദരന്മാർ അവിടെ സ്നേഹത്തോടു കൂടിയിട്ട് ചേർത്ത് പിടിക്കുകയാണ്. ഹർഷാശ്രുധാരയ സോദരമൂർധനി വർഷിച്ചു വർഷിച്ചു വാത്സല്യപുരവും. അതായത് 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ആ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ തമ്മിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം ആലിംഗനബദ്ധരായിട്ട് നിൽക്കുകയാണ്. ശ്രീരാമൻ അവരെ മുറുകെ തഴുകി സന്തോഷാശ്രുക്കൾ വർഷിക്കുകയാണ്. വർദ്ധിച്ചു വർദ്ധിച്ചു വാഴുന്ന നേരത്ത് ശത്രുഘ്ന പൂർവജനും ഭരതൻ തൻപദം ഭക്തിയാ വണങ്ങിനാൻ. ആശു സൗമിത്രിയെ ശത്രുഘ്നനും വണങ്ങിയിടിനാൻ ആദരാൽ. പരസ്പരം അവർ അവിടെ പാദ നമസ്കാരം ചെയ്യുകയാണ്. ലക്ഷ്മണൻ ഭരതനെ വണങ്ങുന്നു, ലക്ഷ്മണനെ ശത്രുഘ്നൻ വണങ്ങുന്നു. അതിനുശേഷം ഭരത ശത്രുഘ്നന്മാർ സീതാദേവിയെ നമസ്കരിക്കുന്നു. പിന്നീട് സുഗ്രീവാദികളായിട്ടുള്ള ബാക്കി വാനര പ്രവരന്മാരെ എല്ലാവരും തന്നെ ഭരതൻ വന്ദിക്കുന്നു. വൈദേഹി തൻപദം വീണു വണങ്ങിനാൻ സോദരനോടും ഭരതകുമാരനും അതുപോലെ ശത്രുഘ്നനും സീതാദേവിയുടെ പദം നമസ്കരിക്കുന്നു. ബാക്കിയുള്ള സുഗ്രീവൻ, അങ്കദൻ, ജാമ്പവാൻ, നീലനും തുടങ്ങിയിട്ടുള്ള വാനര സൈന്യങ്ങളെല്ലാം തന്നെ ഭരതൻ അവരെല്ലാവരെയും വണങ്ങുന്നു. മാരുതിവാച ഭരതകുമാരനും പുരുഷവേഷം ധരിച്ച കവികളും. ഹനുമാൻ സ്വാമിയുടെ നിർദ്ദേശം അനുസരിച്ച് ആ വാനരന്മാരെല്ലാവരും തന്നെ ദേശോചിതമായിട്ടുള്ള വസ്ത്രം അഥവാ ദേശോചിതമായിട്ടുള്ള രൂപം, ഇവിടെ മനുഷ്യ രൂപം ധരിച്ചിരിക്കുകയാണ്. സുഗ്രീവനെ കനിവോട് പുണർന്നത് ഗദ്ഗദവാച പറഞ്ഞു ഭരതനും. ആ സമയത്ത് സുഗ്രീവനെ തന്റെ അരികിലേക്ക് വിളിച്ചിട്ട് ചേർത്ത് പിടിച്ചിട്ട് ഗദ്ഗദ വാക്കുകളോട് കൂടിയിട്ട് വിങ്ങിപ്പൊട്ടുന്ന വാക്കുകളോട് കൂടിയിട്ട് ഭരതൻ പറയുകയാണ്, നൂനം ബവൽ സഹായേന രഘുവരൻ മാനിയാം രാവണൻ തന്നെ വധിച്ചതും. അല്ലയോ, അങ്ങയുടെ സഹായം കൊണ്ടാണ് ശ്രീരാമന് രാവണനെ വധിക്കാൻ സാധിച്ചത്. 4 സുതന്മാർ ദശരഥ ഭൂപന് ഇക്കാലം 5ാമനായി ചമഞ്ഞു ഭവാൻ. എന്റെ പിതാവായ ദശരഥന് 4 ആൺകുട്ടികളാണ്, ആൺമക്കളാണ്. പക്ഷെ ഇപ്പോൾ അങ്ങ് ദശരഥന്റെ 5ാമത്തെ മകനായി തീർന്നിരിക്കുന്നു. പഞ്ചമഭ്രാത ഭവാനിന് ഞങ്ങൾക്ക് കിഞ്ചന സംശയമില്ലെന്നറിയണോ. ഞങ്ങളുടെ 5ാമത്തെ സഹോദരനാണ് ഭവാൻ എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്നറിയണോ എന്ന് പറഞ്ഞുകൊണ്ട് സുഗ്രീവനെ ഭരതൻ ചേർത്ത് പിടിച്ച് ആലിംഗനബദ്ധരായിട്ട് നിൽക്കുകയാണ്. ശോകാതുരയായ കൗസല്യ തൻപദം രാഘവൻ ഭക്ത്യ നമസ്കരിച്ചിടിനാൻ. ആ സമയത്ത് ദുഃഖത്തോടുകൂടി നിൽക്കുന്ന കൗസല്യ മാതാവിന്റെ പാദങ്ങളിൽ ശ്രീരാമൻ നമസ്കരിക്കുന്നു. കാലയെ കനിഞ്ഞു പുണർന്നാളുടൻ മുലപ്പാലും ചുരന്നിതു മാതാവിന് നേരം. ആ സമയത്ത് ശ്രീരാമനെ ചേർത്ത് പിടിച്ച സമയത്ത് കൗസല്യ മാതാവിന്റെ മാറിടത്തിൽ നിന്നും മുലപ്പാൽ ചുരക്കുകയാണ്. കാരണം നമുക്കറിയാം 14 വർഷമായി ആ അമ്മ മകനെ കണ്ടിട്ട്. ആ മകൻ വനത്തിലേക്ക് പോകുന്ന സമയത്ത്, എന്താണ് മകനെ നിന്റെ മുഖം വാടിയിരിക്കുന്നത്, വിശക്കുന്നുണ്ടോ, വന്നിരുന്നിടൂ ഭുജിക്കൂ എന്ന് പറഞ്ഞ സമയത്ത്, ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രം അരണ്യവാസത്തിന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം പോലും കഴിക്കാൻ നിൽക്കാതെ അച്ഛന്റെ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് വനത്തിലേക്ക് പോയ മകനാണ്. ഇപ്പോൾ 14 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. ആ കാഴ്ചയിൽ കണ്ട സമയത്ത് അമ്മയുടെ മുലപ്പാൽ അറിയാതെ ചുരന്നു പോകുന്നു എന്ന് പറയുന്നത് അവിടെ ആ അമ്മയ്ക്കും മകനുമുള്ള വാത്സല്യത്തെ അല്ലെങ്കിൽ ആ അമ്മയുടെയും മകന്റെയും ബന്ധത്തെ ഇവിടെ കൃത്യമായിട്ട് വരച്ചു കാണിക്കുകയാണ്.
കൈകേയിയാകിയ മാതൃപദത്തെയും കാകുൽസ്ഥനാശ സുമിത്രാപദാബ്ജവും വന്ദിച്ചു മറ്റുള്ള മാതൃജനത്തെയും. പിന്നീട് അവിടെയുള്ള എല്ലാ അമ്മമാരെയും, അതായത് കൈകേയി, അതുപോലെ തന്നെ കൗസല്യ, കൈകേയി, സുമിത്ര, 3 അമ്മമാരെയും അവരെല്ലാവരും വണങ്ങുന്നു, നമസ്കരിക്കുന്നു. ഉൾക്കാമ്പഴിഞ്ഞ് പുണർന്നാരവറുകളും അവരെല്ലാവരും തന്നെ മക്കളെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തു. സീതയും മാതൃജനങ്ങളെ വന്ദിച്ചു. സീതാദേവി അമ്മമാരെ നമസ്കരിച്ചു. സുഗ്രീവനാദികളും തൊഴുതീടിനാർ അഗ്രേ വിനീതയായി നിന്നിതു താരയും. സുഗ്രീവൻ തുടങ്ങിയിട്ടുള്ള വാനരന്മാരും അവരെ എല്ലാവരെയും നമസ്കരിച്ചു. താര മുതലായിട്ടുള്ള വാനര സ്ത്രീകളും അവരെ നമസ്കരിക്കുന്നു. ഭക്തിപരവശനായ ഭരതനും ചിത്തമഴിഞ്ഞ് തൽ പാതുകാദ്വന്ദ്വവും ശ്രീരാമപാദാരവിന്ദങ്ങളിൽ ചേർത്ത് പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. ഭക്തിപരവശനായ ഭരതൻ തൻ്റെ ജ്യേഷ്ഠന്റെ പാതുകം, നമുക്കറിയാം ആ നന്ദിഗ്രാമത്തിൽ ആ സിംഹാസനത്തിൽ ശ്രീരാമന്റെ പാതുകങ്ങൾ വെച്ചിട്ട് ശ്രീരാമനാണ് രാജ്യം ഭരിക്കുന്നത് എന്നുള്ള ബുദ്ധിയോട് കൂടിയിട്ട് ശ്രീരാമന്റെ സേവകനായി രാജ്യം ഭരിച്ച ഭരതൻ ശ്രീരാമന്റെ പാതുകങ്ങൾ തന്റെ ശിരസിൽ എടുത്തുകൊണ്ടാണ് ശ്രീരാമനെ സ്വീകരിക്കാനെത്തിയത്. ആ പാതുകങ്ങൾ ശ്രീരാമന്റെ പാദങ്ങളിലേക്ക് ചേർക്കുകയാണ്. ഭക്തിപരവശനായ ഭരതനും ചിത്തമഴിഞ്ഞ് തൽ പാതുകാ ദ്വന്ദ്വവും ശ്രീരാമ പാദാരവിന്ദങ്ങളിൽ ചേർത്തു, ശ്രീരാമന്റെ പാദങ്ങളിലേക്ക് ചേർത്ത് വെച്ചു. എന്നിട്ട് പാരിൽ വീണാശു നമസ്കരിച്ചു. ആ ഭഗവാന്റെ മുമ്പിൽ ഭരതൻ നീണ്ട് നമസ്കരിക്കുകയാണ്. ആ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് ഭരതൻ പറയുന്നു, രാജ്യം ത്വയാ ദത്തമെങ്കൽ പുരാദ്യ ഞാൻ പൂജനാം നിങ്ങൾ സമർപ്പിച്ചതാതരാൽ. അല്ലയോ ജ്യേഷ്ഠ, അങ്ങേക്ക് നൽകിയ ഈ രാജ്യം ഞാനിതാ അങ്ങേക്ക് തന്നെ തിരിച്ച് ഏൽപ്പിക്കുകയാണ്. ഇന്നു മജ്ജന്മം സഫലമായി വന്നിതു. ഇന്ന് എന്റെ ജന്മം സഫലമായി തീർന്നിരിക്കുന്നു. ധന്യനായ അടിയൻ ഇന്നു നിർണയം. ഞാനിപ്പോൾ തീർച്ചയായിട്ടും ധന്യനായി തീർന്നിരിക്കുന്നു. വന്നു മനോരഥമെല്ലാം സഫലമായി വന്നിത് മൽ കർമ്മ സാഫല്യവും. എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ കർമ്മവും എല്ലാം തന്നെ സാഫല്യമായിരിക്കുന്നു. പണ്ടേതിൽ ഇന്നു 10 മടങ്ങായുടൻ ഉണ്ടിഹ രാജഭണ്ഡാരവും ഭൂപതേ. അങ്ങനെ ഏൽപ്പിക്കുന്ന സമയത്ത് എന്തായിരുന്നു ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി, എന്തായിരുന്നു ഈ രാജ്യത്തിന്റെ അവസ്ഥ, അതിനേക്കാൾ 10 മടങ്ങായിട്ട് രാജഭണ്ഡാരത്തെ വർദ്ധിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആനയും തേരും കുതിരയും പാർത്തുകാൻ ഊനമില്ലാതെ 10 മടങ്ങുണ്ടല്ലോ. ആനയും തേരും അതുപോലെ തന്നെ കുതിരയും മറ്റെല്ലാം തന്നെ സമ്പത്തെല്ലാം തന്നെ 10 മടങ്ങായിട്ടുണ്ട്. നിന്നുടെ കാരുണ്യമുണ്ടാകൊണ്ട്, അതിനെല്ലാം കാരണം അല്ലയോ ശ്രീരാമ അങ്ങയുടെ കാരുണ്യം കൊണ്ടാണ്, അല്ലയോ ജ്യേഷ്ഠ അങ്ങയുടെ കാരുണ്യം കൊണ്ടാണ് ഞാൻ ഇന്നയോളം രാജ്യം അത്ര രക്ഷിച്ചതും, ഞാൻ ഈ രാജ്യം ഈ നിമിഷം വരെ രക്ഷിച്ചതും അല്ലയോ ഭഗവാനെ അങ്ങയുടെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. ത്യാജ്യമല്ലൊട്ടും ഭവാനാൽ. അതുകൊണ്ട് ഇനി ഒരിക്കലും അല്ലയോ ഭഗവാനെ അങ്ങ് ഇത് ത്യജിക്കരുത്, അങ്ങയാൽ ഇത് ഉപേക്ഷിക്കപ്പെടരുത്. ഇനി തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും, അങ്ങയുടെ രാജ്യത്തെയും ഞങ്ങളെയും ഈ ലോകത്തെയും പാലനം ചെയ്യുക ഭവാൻ. അങ്ങ് സംരക്ഷിച്ചാലും മറ്റേതും ആലംബനമില്ല കാരുണ്യവാരിതേ. മറ്റൊരു ആശ്രയവും ഞങ്ങൾക്കില്ല അല്ലയോ ശ്രീരാമ ജ്യേഷ്ഠ അങ്ങ് രാജ്യം സ്വീകരിച്ചാലും എന്ന് പറയുന്നു. ഒന്നുകൂടെ ആ ഭാഗം ഒന്നുകൂടെ മനസ്സിലാക്കുക. 14 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീരാമൻ തന്റെ പാതുകം ഭരതന് നൽകിയിട്ട് ആ പാതുകം സിംഹാസനത്തിൽ വെച്ച് രാമനാണ് രാജ്യം ഭരിക്കുന്നത് എന്ന ഭാവത്തോടു കൂടിയിട്ടും സങ്കല്പത്തോടു കൂടിയിട്ടും സർവ്വകർമ്മങ്ങളും ആ ശ്രീരാമന്റെ പാതുകത്തിൽ ശ്രീരാമനിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഭരത ശത്രുഘ്നന്മാർ രാജ്യം ഭരിച്ചത്. ഇന്ന് 14 വർഷങ്ങൾക്ക് ശേഷം ശ്രീരാമൻ തിരിച്ചെത്തിയപ്പോൾ ആ പാതുകം സമർപ്പിച്ചുകൊണ്ട് ഭരതൻ പറയുകയാണ്, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഇത്രയും കാലം ഞാൻ ഈ രാജ്യം സംരക്ഷിച്ചു. ഇപ്പോൾ അങ്ങ് ഇത് സ്വീകരിച്ചാലും അങ്ങ് ഈ രാജ്യം സ്വീകരിച്ചാലും അങ്ങയുടെ രാജ്യമാണ്. അങ്ങ് ഈ രാജ്യവും ഞങ്ങളെയും ഈ ലോകത്തെയും തീർച്ചയായിട്ടും സംരക്ഷിക്കണം. ഞങ്ങൾക്ക് മറ്റൊരു ആശ്രയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദണ്ഡ നമസ്കാരം ചെയ്യുന്ന ഭരതനെയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ഇത്തം പറഞ്ഞ ഭരതനെ കണ്ടവർ എത്രയും പാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ. ഭരതന്റെ ഈ ഭക്തി കണ്ടിട്ട്, ഈ സേവനം കണ്ടിട്ട്, ഈ സമർപ്പണം കണ്ടിട്ട് ആ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഭരതനെ സ്തുതിച്ചു. സന്തുഷ്ടനായ രഘുകുലനാഥനും അന്തർമുത വിമാനേന മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നത് മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ. അതായത് ശ്രീരാമൻ ഇപ്പൊ ആ വിമാനത്തിൽ ഇരുന്നുകൊണ്ടാണ് ഈ സംവാദങ്ങളൊക്കെ നടന്നത്. ഭരതൻ ശ്രീരാമനോട് രാജ്യഭാരം ഏൽക്കണം എന്ന് പറഞ്ഞ വിമാനത്തിൽ നിന്നുകൊണ്ടാണ്. അത് കേട്ടിട്ട് സന്തുഷ്ടനായ രഘുകുലനാഥൻ, സന്തുഷ്ടനായ ശ്രീരാമൻ അന്തർമുത വിമാനേന മാനേന പോയി വിമാനത്തിലൂടെ തന്നെ സഞ്ചരിച്ച് നന്ദിഗ്രാമത്തിൽ ഭരതൻ താമസിച്ചിരുന്ന ആശ്രമത്തിന്റെ അവിടേക്ക് എത്തിച്ചേരുകയാണ്. ആ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ് വിമാനം. പുഷ്പകമായ വിമാനത്തെ മാനിച്ച് ആ പുഷ്പകമായിട്ടുള്ള വിമാനത്തോട് ശ്രീരാമൻ അതിനുശേഷം പറയുന്നു, ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ മുന്നേ കണക്കെ വിശേഷിച്ചു നീ മുതാ വന്നീടു ഞാൻ നിരൂപിക്കുന്ന നേരത്ത്. ആ പുഷ്പക വിമാനത്തോട് ശ്രീരാമൻ പറയുകയാണ്, മുമ്പത്തേതുപോലെ തന്നെ നീ വൈശ്രവണന്റെ രാജ്യത്ത് അഥവാ എവിടെയാണോ പുഷ്പക വിമാനം ഉണ്ടായിരുന്നത് അവിടേക്ക് പോകുവാൻ വേണ്ടി പറയുകയാണ്. വൈശ്രവണന്റെ വാഹനമായി തന്നെ വസിച്ചുകൊള്ളുക, അളകാപുരിയിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക. ഞാൻ എപ്പോഴാണോ ആഗ്രഹിക്കുന്നത് അപ്പോൾ നീ തീർച്ചയായിട്ടും വന്നാലും എന്ന് പറഞ്ഞ് പുഷ്പക വിമാനത്തെ ശ്രീരാമൻ യാത്രയാക്കുന്നു. അതിനുശേഷം ഗുരുവിനെ കാണാൻ വേണ്ടി പോവുകയാണ്.
സോദരനോടും വസിഷ്ഠനാം ആചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ. കുലഗുരുവായിട്ടുള്ള വസിഷ്ഠന്റെ സമീപത്തേക്ക് ശ്രീരാമനും ലക്ഷ്മണനും എത്തിച്ചേർന്നു. സോദരനോടും വസിഷ്ഠനാം ആചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ. ആശീർവദനവും ചെയ്തു മഹാസനം ആശു കൊടുത്തു വസിഷ്ഠമുനീന്ദ്രനും. വസിഷ്ഠമുനിയെ കണ്ട് നമസ്കരിക്കുന്ന സമയത്ത് ആശീർവദനം ചെയ്ത് ആ വസിഷ്ഠ മഹർഷി ശ്രീരാമന് ഇരിക്കുവാനുള്ള ഇരിപ്പിടം നൽകി, സിംഹാസനം നൽകി. ദേശികാനുജ്ഞയ, ആ ദേശികന്റെ ആ ഗുരുവിന്റെ അനുജ്ഞ അനുസരിച്ച് ദേശികാനുജ്ഞയ ഭദ്രാസനെ ഭുവി ദാശരഥിയും ഇരുന്നരുളിയിടിനാൻ. ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച്, ഗുരു പറഞ്ഞതനുസരിച്ച് ശ്രീരാമൻ അവിടെ ഇരുന്നു. അപ്പോൾ ഭരതനും കേകേയപുത്രിയും ഉൽപ്പല സംഭവപുത്രൻ വസിഷ്ഠനും, അതായത് പിന്നീട് അവിടെ സംഭവിക്കുന്നത് കുലഗുരുവിന്റെ മുമ്പിൽ ശ്രീരാമനും ലക്ഷ്മണനും ഇരിക്കുകയാണ്. ആ സമയത്ത് ഭരതൻ, കൈകേയി, വസിഷ്ഠൻ, വാമദേവാദികളായിട്ടുള്ള മഹർഷിമാർ, ബ്രാഹ്മണ ശ്രേഷ്ഠർ, മന്ത്രിമാർ തുടങ്ങിയിട്ടുള്ള എല്ലാവരും ചേർന്ന് രാജ്യഭാരം ഏൽക്കണമെന്ന് ശ്രീരാമനോട് അഭ്യർത്ഥിക്കുകയാണ്. രക്ഷിക്ക ഭൂതലം എന്ന് അപേക്ഷിച്ചതു. അവരെല്ലാവരും ചേർന്നിട്ട് ഈ ഭൂതലം, ഈ രാജ്യം അല്ലയോ ശ്രീരാമ, അങ്ങ് രക്ഷിക്കണം, അങ്ങ് ഇതിന്റെ ഭാരം ഏറ്റെടുക്കണം, രാജ്യഭാരം ഏറ്റെടുക്കണം എന്ന് പറയുന്നു. ബ്രഹ്മസ്വരൂപൻ ആത്മാരാമൻ ഈശ്വരൻ, ജന്മനാശാദികളില്ലാതെ മംഗലൻ, നിർമ്മലൻ, നിത്യൻ, നിരുപമൻ, അദ്വയൻ, നിർമ്മമൻ, നിഷ്കളൻ, നിർഗുണൻ, അവ്യൻ തുടങ്ങി ശ്രീരാമനെ അവിടെ സ്തുതിക്കുകയാണ്. സർവ്വലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ച് സംഹരിക്കുന്നവനായിട്ടുള്ള ശ്രീരാമൻ ഈ അയോധ്യാപുരി ഏറ്റെടുക്കണം എന്ന് അവർ അപേക്ഷിക്കുന്നു. ഇങ്ങനെ അങ്ങവർ ചൊന്നതു കേട്ടുള്ള ഇംഗിതജ്ഞൻ, ഇങ്ങനെ അവരെല്ലാവരും ഇപ്രകാരത്തിൽ പറയുന്നത് കേട്ടിട്ട് ഇംഗിതജ്ഞൻ മന്ദഹാസ പുരസ്കൃതം പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, മനസ്സേ ഖേദമുണ്ടാകരുതാർക്കുമേ, ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ. ആരും ദുഃഖിക്കേണ്ട, ആരും വിഷമിക്കേണ്ട, ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഈ അയോധ്യയുടെ അധിപനായിട്ട് വസിക്കാം, അഥവാ അയോധ്യയുടെ അധിപനായിട്ട് ചുമതല ഏറ്റെടുക്കാമെന്ന് പറയുന്നു. എങ്കിൽ അതിനൊരുക്കിയിടുകെല്ലാം എന്ന് പങ്കജലോചനാനുജ്ഞയാ സംഭ്രമാൽ, എങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സംഭാരങ്ങളൊക്കെ, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുവാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയാണ്. അശ്രുപൂർണാക്ഷനായ ശത്രുഘ്നനും തഥാ ശ്മശ്രു നിഗന്ധകന്മാരെ വരുത്തി. അതെല്ലാം കേട്ടിട്ട് അതിനുള്ള സംഭാരങ്ങളെല്ലാം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. ആ സമയത്ത് ശ്മശ്രു നിഗന്ധകന്മാരെ, അതായത് ക്ഷുരകന്മാരെ അങ്ങോട്ട് വിളിച്ചു വരുത്തി. സംഭാരവും അഭിഷേകാർത്ഥം ഏവരും സംഭരിച്ചിടിനാർ ആനന്ദചേതസ. എല്ലാവരും, അവിടെയുള്ള വാനരന്മാരും അതുപോലെ അയോധ്യാപുരവാസികളും എല്ലാവരും തന്നെ സർവ്വ സന്തോഷത്തോടു കൂടിയിട്ട് അഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കാൻ തയ്യാറായി നിൽക്കുന്നു. അവരെല്ലാം അതിന് ഉള്ള സംഭാരങ്ങൾ സംഭരിച്ചുകൊണ്ടിരിക്കുന്നു. ലക്ഷ്മണൻ താനും ഭരതകുമാരനും ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും ചേർന്നുകൊണ്ടാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. മുൻപേ ജടാപാര ശോധനയും ചെയ്തു സമ്പൂർണമോദം കുളിച്ചു ദിവ്യാംബരം പൂണ്ടു മാല്യാനു ലേപാതി അലങ്കാരങ്ങളാണ്ട് കുതൂഹലം കൈക്കൊണ്ടു. അതായത് ഇവിടെ ശ്രീരാമൻ വനവാസത്തിന് പോയ സമയത്ത് നമുക്കറിയാം, ജടാധാരിയായിട്ടാണ് പോയിട്ടുള്ളത്, വനവാസിയായിട്ടാണ് പോയിട്ടുള്ളത്, സന്യാസ വേഷത്തിലാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ രാജ്യഭാരം ഏൽക്കുന്ന സമയത്ത് രാജാവിന്റെ ധർമ്മം അനുസരിച്ചുള്ള വേഷവിധാനങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് മുൻപേ ജടാഭാര ശോധന ചെയ്തു. അതായത് വനവാസത്തിന് പോയ സമയത്തുണ്ടായിരുന്ന ജട മുറിച്ചു, സമ്പൂർണമോദം കുളിച്ചു, ജട മുറിച്ച് കുളി കഴിഞ്ഞു, ദിവ്യാംബരം കൊണ്ട് ദിവ്യ വസ്ത്രങ്ങൾ ധരിച്ചു, മാല്യാനു ലേപാതിലങ്കാരങ്ങൾ, മാലയും അതുപോലെയുള്ള ലേപനങ്ങളും ചന്ദനം തുടങ്ങിയിട്ടുള്ള കുറിക്കൂട്ടുകളും ഒക്കെ അണിഞ്ഞു, അലങ്കാരങ്ങളെല്ലാം ധരിച്ചു, സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. ശ്രീരാമദേവനും ലക്ഷ്മണനും പുനർ ആരൂഢമോദം അലങ്കരിച്ചു. അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും സർവ്വവിധ അലങ്കാരങ്ങളോട് കൂടിയിട്ട് നിൽക്കുന്നു. ശോഭയോടെ ഭരതൻ കുണ്ടലാദികൾ ആഭരണങ്ങളെല്ലാം അനുരൂപമായി നൽകി. ശോഭയോട് കൂടിയിട്ടുള്ള കുണ്ഡലങ്ങളും ആഭരണങ്ങളും ഒക്കെ ഭരതൻ നൽകുന്നു. ജാനകീദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാർ അതിമുതാം. രാജനാരീജനം, അതായത് രാജസ്ത്രീകളായിട്ടുള്ള വൃദ്ധസ്ത്രീകൾ സീതാദേവിയെ അലങ്കരിച്ചു കൊണ്ടുവരുന്നു. വാനര നാരീജനത്തിനും കൗസല്യതാൻ ആദരാൽ അലങ്കാരങ്ങൾ നൽകിനാൽ. സുഗ്രീവന്റെ കൂടെ വന്നിട്ടുള്ള വാനര സ്ത്രീകൾ ഒരുപാടുണ്ട്. അവർക്ക് വേണ്ടതായിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ കൗസല്യ മാതാവ് നൽകുന്നു. അന്നേരം അത്ര സുമന്ത്രർ ഭാരതം നന്നായി ചമച്ച് യോജിപ്പിച്ചു നിർത്തിനാർ. ആ സമയത്ത് സുമന്ത്രർ നല്ല ഒരു രഥം, ശ്രീരാമന്റെ രഥം അലങ്കരിപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് നിർത്തി. രാജരാജൻ മനുവീരൻ ദയാപരൻ രാജയോഗ്യം മഹൽസ്യന്തനമേറിനാൻ. രാജരാജനായിരിക്കുന്ന ആ ശ്രീരാമൻ ആ മഹാസ്യന്തനത്തിൽ, ആ മഹത്തായിട്ടുള്ള ആ രഥത്തിലേക്ക് വണങ്ങിക്കൊണ്ട് ആ രഥത്തിലേക്ക് പ്രവേശിച്ചു. രഥത്തിൽ കയറി. സൂര്യതനയനും അങ്കദവീരനും മാരുതിതാനും വിഭീഷണനും തഥാ. അതായത് ശ്രീരാമന്റെ എഴുന്നള്ളത്ത് ആരംഭിക്കുകയാണ്. ആ ശ്രീരാമൻ മനോഹരമായിട്ടുള്ള ആ രഥത്തിൽ പ്രവേശിച്ചു. സുഗ്രീവൻ, അങ്കദൻ, ഹനുമാൻ, വിഭീഷണൻ തുടങ്ങിയിട്ടുള്ളവരൊക്കെ ദിവ്യ വസ്ത്രങ്ങൾ അണിഞ്ഞ് ആഭരണങ്ങളോട് കൂടിയിട്ട് ആഭരണഭൂഷിതരായിട്ട് ആനപ്പുറത്തും രഥത്തിലും കുതിരപ്പുറത്തിലും കാൽനടയായിട്ടും ഒക്കെ ഭഗവാനോട് അകമ്പടി സേവിച്ചുകൊണ്ട് യാത്ര തിരിക്കുന്നു. സീതയും താരാതി വാനരനാരിമാരും ഒക്കെ പല്ലക്കുകളിൽ കയറിയിട്ട് സൈന്യങ്ങളുടെ അകമ്പടിയോടുകൂടിയിട്ട് ശംഖനാദത്തോടും വാദ്യഘോഷത്തോടും ഒക്കെ പുറപ്പെടുകയാണ്.
ഭരതനാണ് ഭഗവാന്റെ തേരു തെളിയിച്ചത്. വിഭീഷണൻ വെഞ്ചാമരവും ലക്ഷ്മണൻ ആലവട്ടവും വീശി. ശത്രുഘ്നാവട്ടെ വെൺകൊറ്റക്കുട പിടിച്ചു. മനുഷ്യവേഷം ധരിച്ച 10,000 വാനരന്മാർ ആനപ്പുറത്ത് പരിവാര ജനത്തോടു കൂടിയിട്ട് അനുഗമിക്കുന്നു. ആഡംബരപൂർണമായിട്ടുള്ള എഴുന്നള്ളത്താണ് ഇവിടെ കാണുന്നത്. ഭഗവാന്റെ ആ സ്വർണ്ണ രഥം മുൻപിലുണ്ട്. ആ രഥം രഥത്തിന്റെ തേര് തെളിയിക്കുന്നത് ഭരതനാണ്. ഭഗവാന് വെഞ്ചാമരവും ആലവട്ടവും വിഭീഷണനും ലക്ഷ്മണനുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ശത്രുഘ്നൻ വെൺകൊറ്റ കുട പിടിച്ചിട്ടുണ്ട്. അപ്രകാരം ഈ വാനരന്മാരും വിഭീഷണനും അതുപോലെ വാനന്മാരും സുഗ്രീവൻ, അംഗദൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇതോടൊപ്പം അനുഗമിക്കുന്നുണ്ട്. പല്ലക്കിൽ വാനര സ്ത്രീകളും എല്ലാവരും യാത്ര തിരിക്കുന്നുണ്ട്. ആഡംബരപൂർണമായിട്ടുള്ള ആ മഹത്തരമായിട്ടുള്ള ശ്രീരാമന്റെ എഴുന്നള്ളത്താണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ണിന് അമൃതധാരയായിട്ടുള്ള ആ ഒരു കാഴ്ച കണ്ടിട്ട്, ആ ഒരു എഴുന്നള്ളത്തെ കണ്ടിട്ട്, ആ രഥയാത്ര കണ്ടിട്ട് മാളിക മുകളിൽ കയറി നിൽക്കുകയാണ് ആ പുരത്തിലുള്ള എല്ലാ സ്ത്രീകളും ഇത് കാണുവാൻ വേണ്ടിയിട്ട്. അമൃതധാരയായിട്ടുള്ള പുണ്യപുരുഷനെ കണ്ടിട്ട് നാരിമാർ അവർ ചെയ്യേണ്ട കർമ്മം പോലും മറന്നു പോകുന്നൊരവസ്ഥയിലേക്ക് അത്രയും ആനന്ദത്തോടു കൂടിയിട്ടാണ് ശ്രീരാമന്റെ എഴുന്നള്ളത്ത്. അപ്രകാരം ശ്രീരാമൻ സാവധാനം ആ രഥയാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. ശ്രീരാമന്റെ എഴുന്നള്ളത്ത് മുന്നോട്ട് നീങ്ങുകയാണ്. ദേവലോകത്തിന് തുല്യമായിട്ടുള്ള തന്റെ പിതാവിന്റെ കൊട്ടാരത്തിന് മുന്നിൽ ശ്രീരാമൻ എത്തി. അവിടെ വന്ദിച്ച് കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു ശ്രീരാമൻ. അവിടെ അമ്മമാരെ കണ്ട് വന്ദിക്കുന്നു. എന്നിട്ട് ഭരതനോട് പറയുന്നു, സുഗ്രീവാദി വാനരന്മാർക്കും വിഭീഷണൻ തുടങ്ങിയിട്ടുള്ള രാക്ഷസന്മാർക്കും സുഖമായിട്ട് വസിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഭവനം അവർക്ക് സജ്ജമാക്കി കൊടുക്കണമെന്ന് ഏർപ്പാട് ചെയ്യുന്നു. ഭരതൻ അപ്രകാരം അവർക്കെല്ലാവർക്കും വേണ്ട ഓരോ ഗൃഹങ്ങൾ താമസിക്കുവാൻ വേണ്ടിയിട്ടുള്ള വ്യവസ്ഥ നിർവഹിക്കുന്നു. അനന്തരം ഭരതൻ സുഗ്രീവനോട് പറയുന്നു, അല്ലയോ സുഹൃത്തെ, ഭഗവാന്റെ ജ്യേഷ്ഠന്റെ രാജ്യാഭിഷേക കർമ്മം അംഗദാദികളോടൊപ്പം മംഗളകരമായിട്ട് നീ തന്നെ നടത്തണം. അതിനു വേണ്ടിയിട്ട് 4 സമുദ്രത്തിലും ചെന്ന് തീർത്ഥവും കാലയെ വരുത്തുക. 4 സമുദ്രങ്ങളിൽ നിന്നുള്ള തീർത്ഥം കൊണ്ടുവരേണ്ടതുണ്ട്. അത് കേട്ടിട്ട് സുഗ്രീവൻ കൽപ്പിക്കുന്നു, ഈ 4 സമുദ്രത്തിൽ നിന്നും ജലം കൊണ്ടുവരാൻ വേണ്ടി, ശുദ്ധജലം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുന്നു. എങ്കിലോ ജാമ്പവാനും മരുൾപുത്രനും അംഗദൻ താനും സുഷേണനും, അതായത് ജാമ്പവാനും ഹനുമാൻ സ്വാമിയും അംഗദനും സുഷേണനും 4 പേരും വൈകാതെ സ്വർണ്ണകലശങ്ങൾ തന്നിൽ മലയജപർണേന വായികെട്ടി വാരിയും പൂരിച്ച് കൊണ്ടുവരിക എന്ന് സുഗ്രീവൻ കൽപ്പിച്ചു. അതായത് 4 സമുദ്രത്തിൽ നിന്നും ജലം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭരതൻ സുഗ്രീവനോട് പറയുകയാണ്. സുഗ്രീവൻ ആ കൽപ്പന 4 പേരോടും അറിയിക്കുന്നു. ജാമ്പവാനോടും ഹനുമാൻ സ്വാമിയോടും അംഗദനോടും സുഷേണനോടും പറയുകയാണ്, നിങ്ങൾ 4 പേരും 4 സമുദ്രത്തിൽ, ഓരോ ആളുകൾ ഓരോ സമുദ്രത്തിൽ ചെന്നിട്ട് അവിടുത്തെ തീർത്ഥം കൊണ്ടുവരണം. അത് കൊണ്ടുവരേണ്ടത് സ്വർണ്ണ കലശങ്ങളിലായിരിക്കണം. സ്വർണ്ണ കലശങ്ങൾ തന്നിൽ മലയജ പർണേന വായി കെട്ടി, ചന്ദനത്തിന്റെ ഇല കൊണ്ട് ആ സ്വർണ്ണ കലശങ്ങളുടെ വായി കെട്ടിയിട്ട് വേണം ആ ജലം ഇങ്ങോട്ട് കൊണ്ടുവരികാൻ എന്ന് പറഞ്ഞ് അയച്ചു. കൊണ്ടുവന്നിടിനാർ. അങ്ങനെ ആ സമയത്ത് അവർ ആ 4 സമുദ്രത്തിലും പോയിട്ട് തീർത്ഥം കൊണ്ടുവന്നു. പുണ്യനദീജലം പുഷ്കരമാതിയ മന്യതീർത്ഥങ്ങളിലുള്ള സലിലവും, പിന്നീട് വിവിധങ്ങളായിട്ടുള്ള പുണ്യനദികൾ അവിടെയുണ്ട്. ആ പുണ്യനദികളിൽ നിന്നുള്ള ജലമെല്ലാം അവിടെ അഭിഷേകത്തിനായിട്ട് കൊണ്ടുവന്നു. ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കടവൃന്ദം വരുത്തിനാർ. മറ്റുള്ള പദാർത്ഥങ്ങൾ, ഒരുപാട് സാധനങ്ങൾ ഈ അഭിഷേകത്തിന് വേണ്ടതായിട്ടുണ്ട്. ആ അഭിഷേകത്തിന് വേണ്ട വിവിധ സംഭാരങ്ങൾ മറ്റ് വാനരന്മാരെല്ലാവരും കൂടെ അത് സംഘടിപ്പിച്ചു. ശത്രുഘ്നും അമാത്യൗഘവുമായി മറ്റ് ശുദ്ധപദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാൻ. ശത്രുഘ്നാവട്ടെ മറ്റ് മന്ത്രിമാരോടൊപ്പം ചേർന്നുകൊണ്ട് ശുദ്ധപദാർത്ഥങ്ങളൊക്കെ സംഭരിച്ചു വെച്ചു. രത്നസിംഹാസനെ രാമനെയും ചേർത്ത് പത്നിയെയും വാമഭാഗേ വിനിക്ഷിപ്യ. ആ രത്നസിംഹാസനത്തിൽ ശ്രീരാമനെയും അതുപോലെ വാമഭാഗത്ത് ഇടതുഭാഗത്ത് സീതാദേവിയെയും ശ്രീരാമന്റെ പത്നിയെയും ചേർത്തിട്ട് വാമദേവൻ മുനി ജപാലി ഗൗതമൻ വാൽമീകി എന്നിവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തിതു. ശ്രീരാമന്റെ പട്ടാഭിഷേകം നടക്കുകയാണ്. ആ രത്നസിംഹാസനത്തിൽ രാമനെയും ഇടതുഭാഗത്ത് വാമഭാഗത്ത് പത്നിയെയും ഇരുത്തിയിട്ട് വാമദേവൻ, ജാബാലി, ഗൗതമൻ, വാൽമീകി എന്നിവരോടും ചേർന്ന് വസിഷ്ഠനായ ഗുരു വിവിധ ബ്രാഹ്മണ ശ്രേഷ്ഠരോട് കൂടിയിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് ദാശരഥിക്ക് അഭിഷേകം നടത്തുകയാണ്. ആ മഹത്തരമായിട്ടുള്ള ഒരു സങ്കല്പമാണ്, മഹത്തരമായിട്ടുള്ള ഒരു കർമ്മമാണ് അവിടെ നടക്കുന്നത്. വസിഷ്ഠ മഹർഷിയും ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും രത്നസിംഹാസനത്തിൽ ഇരുത്തിയിട്ട് വാൽമീകി, ഗൗതമൻ, ജാബാലി തുടങ്ങിയിട്ടുള്ള മഹർഷിമാരോടും ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടിയിട്ട് ശ്രീരാമചന്ദ്രന് പട്ടാഭിഷേകം നടത്തുകയാണ്. എല്ലാവരും ആ അഭിഷേക രംഗം കണ്ടിട്ട്, ശ്രീരാമന്റെ അഭിഷേകം കണ്ടിട്ട് ആനന്ദത്തോടു കൂടി നിൽക്കുന്നു. പൊന്നിൻ കലശങ്ങൾ 1008 അങ്ങ് അന്യൂന ശോഭം ജപിച്ചാർമറകളും. 1008 പൊന്നിൻ കലശങ്ങളിൽ തീർത്ഥജലം പൂജിച്ച് വേദജപത്തോടു കൂടിയിട്ട് ഭഗവാൻ അഭിഷേകം നടത്തുന്നു. വിഭീഷണനും സുഗ്രീവനും രത്ന
പിടിയുള്ള വെഞ്ചാമരം വീശിക്കൊണ്ടിരിക്കുന്നു. ശത്രുഘ്നാകട്ടെ വെൺകൊറ്റക്കുട പിടിച്ചിട്ടുണ്ട്. ക്ഷത്രിയ വീരന്മാർ ഉപചാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകപാലന്മാരും ഉപദേവതമാരും ആകാശമാർഗത്തിൽ നിന്ന് ഭഗവാനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് വായുദേവന്റെ കയ്യിൽ ദേവേന്ദ്രൻ ഒരു ഹാരം കൊടുത്തയച്ചിട്ടുള്ളത്. മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം, മഹേന്ദ്രൻ മനുകുലനാഥന് സർവരത്നോജ്വലമായ ഹാരം പുനർ ഉർവീശ്വരനും അലങ്കരിച്ചിടിനാൻ. വായുവിന്റെ കയ്യിൽ ദേവേന്ദ്രൻ കൊടുത്തയച്ച ആ സർവരത്നോജ്വലമായിട്ടുള്ള മുത്തുമാല ഭഗവാൻ തന്റെ കഴുത്തിൽ അണിഞ്ഞു. ദേവഗന്ധർവ യക്ഷാപ്സരോവൃന്ദവും ദേവദേവേശ്വരനെ ഭജിച്ചിടിനാൻ. ആ സമയത്ത് ദേവന്മാരും യക്ഷസും അപ്സരസുകളും തുടങ്ങിയിട്ടുള്ള ഈ ലോകത്തുള്ള സമസ്ത ആളുകളും ദേവഗന്ധർവ യക്ഷ അപ്സരസുകളൊക്കെ ദേവദേവനായിട്ടുള്ള ശ്രീരാമനെ ഭജിക്കുന്നു. പൂർണ്ണഭക്തിയോട് കൂടിയിട്ട് പുഷ്പവൃഷ്ടി നടക്കുന്നു. പുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചതെല്ലാവരും. ആ സമയത്ത് ശ്രീരാമന്റെ പട്ടാഭിഷേകം നടന്ന ആ സമയത്ത് ആകാശത്തിലിരിക്കുന്നവരും ഭൂമിയിലിരിക്കുന്നവരും അന്തരീക്ഷത്തിലിരിക്കുന്നവരുമായിട്ടുള്ള എല്ലാവരും തന്നെ പൂർണ്ണ ഭക്തിയോട് കൂടിയിട്ട് ശ്രീരാമന്റെ മുകളിലേക്ക് പുഷ്പവൃഷ്ടി നടത്തുകയാണ്. ആ സമയത്ത് ദേവേന്ദ്രൻ ഭഗവാനെ പുകഴ്ത്തുന്നു. അല്ലയോ ശ്രീരാമ, ബ്രഹ്മദേവന്റെ വരം കൊണ്ട് അഹങ്കാരിയായി തീർന്ന രാവണനെ അങ്ങ് വധിച്ചു. എന്റെ പദവികളെല്ലാം അപഹരിച്ച അവനെ വധിച്ചു. അവന്റെ പുത്രൻ എന്നെ യുദ്ധത്തിൽ ബന്ധിച്ചിരുന്നു. അതൊക്കെ അങ്ങയുടെ കാരുണ്യം കൊണ്ട് എനിക്കിതെല്ലാം വീണ്ടും കിട്ടി. അവൻ കൊല്ലപ്പെട്ടത് കൊണ്ട് ഞാൻ ധന്യനായി തീർന്നു എന്നെല്ലാം പറഞ്ഞ് ശ്രീരാമനെ ദേവേന്ദ്രൻ സ്തുതിക്കുകയാണ്. ആദിത്യ രുദ്രവസുക്കളും ദേവസംഘങ്ങളും ഒക്കെ ദേവദേവനെ വേറെ വേറെ പുകഴ്ത്തി പിതൃക്കളും ഭക്തിയോട് കൂടിയിട്ട് ശ്രീരാമദേവനെ ചിത്തമഴിച്ച് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ദുഷ്ടനായ രാവണൻ നശിച്ചതിനാൽ ഞങ്ങൾ സന്തുഷ്ടരായി എന്ന് പിതൃക്കൾ പറയുന്നു, പിതൃപരമ്പരകൾ പറയുന്നു. അവർ പറയുന്നു, 3 ലോകത്തിലും എല്ലാവിധ അഭിവൃദ്ധിയും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അഭീഷ്ടം ലഭിച്ചത് കൊണ്ട് ഇനി യാഗങ്ങളൊക്കെ നടക്കും. കാരണം ഈ യാഗങ്ങളൊക്കെ തടസ്സപ്പെടുത്തിയിരുന്ന രാവണനെയാണ് അല്ലയോ ശ്രീരാമ അങ്ങ് വധിച്ചത്. ആ യാഗങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പിണ്ടോദകങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് രാവണനെ വധിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് അതെല്ലാം തന്നെ പഴയതുപോലെ തന്നെ വന്നു ചേരുന്നുവല്ലോ എന്ന് സന്തോഷത്തോടു കൂടി പിതൃക്കൾ സ്തുതിക്കുകയാണ്. രാക്ഷസ വംശത്തെ നശിപ്പിച്ച രാമനെ യക്ഷന്മാരും സ്തുതിക്കുന്നു. രാവണാന്തകനായിട്ടുള്ള ശ്രീരാമനെ ഗന്ധർവന്മാർ സ്തുതിക്കുന്നു. അവർ പറയുന്നു, രാക്ഷസനായ രാവണനെ ഭയന്ന് ഞങ്ങൾ ഒളിച്ചു നടന്നു. എന്നാൽ ഇന്നു മുതൽ അങ്ങയുടെ ചരിത്രം പാടിക്കൊണ്ട് നിർഭയരായിട്ട് ഞങ്ങൾക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുന്നുണ്ടല്ലോ ശ്രീരാമ. അങ്ങയുടെ പദകമലങ്ങൾ ഞങ്ങൾ നിത്യവും വണങ്ങുന്നു എന്ന് ഗന്ധർവന്മാർ പറയുന്നു. കിംപുരുഷന്മാരും സിദ്ധസമൂഹവും വിദ്യാധരന്മാരും എന്ന് വേണ്ട അമ്പരചാരികളായിട്ടുള്ള സകലരും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എല്ലാവരെയും അനുഗ്രഹിച്ചു. ആഗ്രഹങ്ങളെല്ലാം സഫലമായതോടെ എല്ലാവരും അവരവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു. താരകബ്രഹ്മത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ദുഃഖമകന്ന് അവർ വസിച്ചു. പരബ്രഹ്മ സ്വരൂപനായിരിക്കുന്ന ശ്രീരാമന്റെ പാദപത്മങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ജഗത്രയവാസികളും സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടുന്നു. സിംഹാസനോപരി സീതയാ സംയുതം സിംഹപരാക്രമം സൂര്യകോടി പ്രഭം സോദര വാനര താപസ രാക്ഷസ ഭൂദേവ വൃന്ദ നിഷേവ മാണം പരം രാമാഭിഷേക തീർത്ഥാർദ്രമാം വിഗ്രഹം ശ്യാമളം കോമളം ചമീകര പ്രഭം. അതായത് സീതാസമേതനും സിംഹപരാക്രമനും സൂര്യകോടി പ്രഭയുള്ളതുമായിട്ടുള്ള ശ്രീരാമൻ സഹോദരന്മാരോടും വാനരന്മാരോടും താപസന്മാരോടും രാക്ഷസന്മാരോടും ബ്രാഹ്മണന്മാരോടും ഒക്കെ അവരിൽ നിന്നൊക്കെ പരിസേവിതനായിട്ട് അവരൊക്കെ പൂജിക്കുന്ന രീതിയിൽ നിൽക്കുന്ന ആ ശ്രീരാമൻ, സിംഹാസനത്തിലിരിക്കുന്ന ആ ശ്രീരാമന്റെ ആ രൂപത്തെ വർണ്ണിക്കുകയാണ്. അങ്ങനെയുള്ള ആ ശ്രീരാമചന്ദ്രന്റെ അഭിഷേക തീർത്ഥം കൊണ്ട് നനഞ്ഞതും ശ്യാമള കോമളവുമായിട്ടുള്ള സ്വർണത്തിന്റെ ശോഭയുള്ളതും ചന്ദ്രബിംബം പോലെയുള്ള നെറ്റിത്തടത്തോടു കൂടിയിട്ടും മനോഹരമായ നീണ്ട കൈകളുമുള്ളതുമായ ആ ശ്രീരാമൻ തന്റെ മടിയിലിരുത്തിയിരിക്കുന്ന സീതയോട് കൂടിയിട്ട് ശോഭിച്ചു നിൽക്കുന്നു എന്ന് ഇവിടെ പറയുകയാണ്. അഭിഷേകത്തിന് ശേഷം ആ അഭിഷേക ജലം കൊണ്ട് നനഞ്ഞിരിക്കുന്ന രൂപത്തിൽ ആ മനോഹരമായ രൂപത്തെ ഇവിടെ വർണ്ണിക്കുകയാണ്. ആ രത്നസിംഹാസനത്തിൽ തന്റെ വാമഭാഗത്ത് പത്നിയെയും ഇരുത്തിയിട്ട് അഭിഷേകം ചെയ്ത ജലത്തിന്റെ ആ തീർത്ഥത്തിന്റെ നനവോട് കൂടിയിട്ട് അതിശ്യാമള രൂപമായിട്ട് പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്ന മുഖകാന്തിയോട് കൂടിയിട്ട് ശ്യാമള നിറം പൂണ്ട രൂപം ഭഗവാൻ നമ്മളെ നോക്കി നിൽക്കുന്ന ഒരു ഭാവമാണ് എന്ന് ഇവിടെ പറയുന്നു. വിശ്വംഭര പരിപാലനവും ചെയ്ത് വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരെ. അങ്ങനെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രാജ്യഭരണം തുടങ്ങി ഈ ലോകം മുഴുവൻ ഭരിക്കാൻ തീരുമാനിച്ചു. ഈ ലോകം മുഴുവൻ ശാന്തിയും സമാധാനവും വന്നു തുടങ്ങുകയാണ്. ഭൂമി സസ്യ പരിപൂർണയായിട്ട് തീർന്നു. ഭൂമിയിൽ സസ്യങ്ങൾ ധാരാളം വളർന്നു. വീടുകളിലെല്ലാം ഉത്സാഹം കളിയാടി. വൃക്ഷങ്ങളെല്ലാം മധുരഫലങ്ങളെ കൊണ്ട് നിറഞ്ഞു. ദുർഗന്ധമുള്ള പൂക്കൾ പോലും സുഗന്ധവാഹിനിയായിട്ട് തീർന്നു. ഉത്തമ ബ്രാഹ്മണർക്ക് ഭൂമി, പശുക്കൾ, കുതിരകൾ, സ്വർണം, വസ്ത്രാഭരണം എന്ന് വേണ്ട എന്തെല്ലാമാണോ നൽകേണ്ടത് അതെല്ലാം തന്നെ ദാനം നൽകി. വിവിധ വർണ്ണങ്ങളുള്ള ഒരു കനകരത്നമാലയാണ് സുഗ്രീവന് ശ്രീരാമൻ
സമ്മാനമായിട്ട് നൽകുന്നത്. അതുപോലെ 2 തോൾവളകൾ അംഗദന് സമ്മാനമായിട്ട് നൽകി. മഹാമേരുവും 3 ലോകങ്ങളും കൊടുത്താലും പോരാത്ത രീതിയിലുള്ള ഒരു മുത്തുമാല സീതാദേവിക്ക് ശ്രീരാമൻ നൽകുന്നു. ദേവി ആ മാല ഉടനെ തന്നെ കഴുത്തിൽ നിന്ന് എടുക്കുകയാണ്. കാരണം ആ ശ്രീരാമൻ സീതാദേവിയുടെ കഴുത്തിലിട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ആ മാല സീതാദേവി കഴുത്തിൽ നിന്ന് എടുത്ത് കൈകളിൽ വെച്ചുകൊണ്ട് ഭർത്താവിന്റെ മുഖവും മാലയിലേക്കും അതുപോലെ ഹനുമാൻ സ്വാമിയുടെ മുഖത്തേക്കും നോക്കുകയാണ്. ദേവിയുടെ താല്പര്യം മനസ്സിലാക്കിയ ഭഗവാൻ പറഞ്ഞു, ഇക്കണ്ടവർകളിൽ ഇഷ്ടനാകുന്നത് ആര് ഉൾക്കമലത്തിൻ നിനക്കു മനോഹരെ നൽകിയിടവന്നു നീ മറ്റാരുമില്ല നിന്നാകൂതഭംഗം വരുത്തുവാൻ ഓമലേ. ശ്രീരാമൻ സീതാദേവിയുടെ കഴുത്തിൽ ധരിപ്പിച്ച ആ മനോഹരമായിട്ടുള്ള രത്നോജ്വലമായിട്ടുള്ള ആ മാല സീതാദേവി കഴുത്തിൽ നിന്ന് എടുത്തിട്ട് ആ മാലയിലേക്ക് നോക്കുന്നു, ശ്രീരാമനെയും നോക്കുന്നു, ഹനുമാനെയും നോക്കുന്നു. ഇത് കണ്ട സമയത്ത് ശ്രീരാമന് കാര്യം മനസ്സിലായി. ശ്രീരാമൻ പറഞ്ഞു, ഇക്കണ്ടവർകളിൽ ഇഷ്ടമുള്ളത്, ഈ കാണുന്ന ജനങ്ങളിൽ, ഈ കാണുന്ന ആളുകളിൽ ഭവതിക്ക് ആരെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അവർക്ക് ഈ മാല നൽകാം എന്ന് പറയുന്നു, അവന് കൊടുത്തുകൊള്ളൂ എന്ന് പറയുന്നു. നിന്റെ ആഗ്രഹത്തിന് ആരും ഇവിടെ തടസ്സം ഉണ്ടാക്കുകയില്ല എന്ന് പറഞ്ഞു. എന്നത് കേട്ടു ചിരിച്ചു വൈദേഹിയും മന്ദം വിളിച്ചു ഹനുമാനു നൽകിനാൾ. അത് കേട്ടിട്ട് സീതാദേവി സന്തോഷത്തോടു കൂടിയിട്ട് ഹനുമാനെ അരികിലേക്ക് വിളിക്കുന്നു. ഹരവും പൂണ്ട് വിളങ്ങിനാൻ ഏറ്റവും സീതാദേവി നൽകിയ ആ മാല തന്റെ കഴുത്തിൽ ധരിച്ചിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ഹനുമാൻ സ്വാമി പരമാനന്ദത്തോടുകൂടി വിളങ്ങി നിൽക്കുന്നു. മാരുതിയും പരമാനന്ദ സംയുതം അഞ്ജലിയോടും തിരുമുമ്പിൽ നിന്നീടും അഞ്ജനാപുത്രനെ കണ്ടു രഘുവരൻ മന്ദമരിയെ വിളിച്ചരുൾ ചെയ്തു. ആ മാല ധരിച്ചുകൊണ്ട് പരമാനന്ദത്തോടു കൂടിയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് നിൽക്കുന്ന ഹനുമാൻ സ്വാമി അഞ്ജലിയോടുകൂടി കൈകൂപ്പിക്കൊണ്ട് ശ്രീരാമന്റെയും സീതയുടെയും മുമ്പിൽ വണങ്ങി നിൽക്കുകയാണ്. അത് കണ്ടിട്ട് ശ്രീരാമൻ ഹനുമാൻ സ്വാമിയെ സമീപത്തേക്ക് വിളിച്ചു. മാരുതനന്ദന വീണ്ടും വരത്തെ നീ വീര ഭരിച്ചു കൊള്ളുകയതും മടിയാതെ. അല്ലയോ മാരുതനന്ദന, ഹനുമാനെ, നിനക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് നീ ചോദിച്ചാലും നിനക്ക് എന്ത് വരവും ഞാൻ നൽകും എന്ന് പറയുന്നു. എന്നത് കേട്ടു വന്ദിച്ചു കപീന്ദ്രനും മന്നവൻ തന്നോട് അപേക്ഷിച്ചരുളിനാൻ. അത് കേട്ടിട്ട് ശ്രീരാമന്റെ മുമ്പിൽ ഹനുമാൻ സ്വാമി വന്ദിച്ചുകൊണ്ട് പറയുന്നു, സ്വാമിൻ പ്രഭോ, അല്ലയോ സ്വാമി പ്രഭോ, നിൻ തിരുവടി തന്നെ നാമവും ചാരുചരിത്രവും ഉള്ള നാൾ, അങ്ങയുടെ നാമവും ചരിത്രവും ഉള്ളിടത്തോളം കാലം ഭൂമിയിൽ വാഴുവാൻ അനുഗ്രഹിച്ചിടണം. ഈ ഭൂമിയിൽ ജീവിക്കുവാൻ എനിക്ക് അനുഗ്രഹം നൽകണം. രാമനാമം കേട്ടുകൊള്ളുവാൻ നാരദം രാമ ജപ സ്മരണ ശ്രവണങ്ങളിൽ മാമകെ മനസ്സേ തൃപ്തി വരാ വിഭോ. അല്ലയോ ശ്രീരാമ, അങ്ങയുടെ നാമം ഉള്ളിടത്തോളം കാലം, അങ്ങയുടെ ചരിത്രം ഉള്ളിടത്തോളം കാലം അത് കേട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള അനുമതി ശ്രീരാമ എനിക്ക് നൽകിയാലും പ്രഭോ. അങ്ങയുടെ നാമം കേട്ടിട്ടും അങ്ങയുടെ നാമം ജപിച്ചിട്ടും അങ്ങയുടെ സ്മരണയോടുകൂടി ജീവിച്ചിട്ടും എനിക്ക് മതിയായിട്ടില്ല, തൃപ്തി വന്നിട്ടില്ല. അതുകൊണ്ട് മറ്റൊരു വരം മമ വേണ്ടാതയാനിതേ, മുറ്റും ഇളക്കമില്ലാതൊരു ഭക്തിയും ഉണ്ടായിരിക്കണം. അങ്ങയോട് യാതൊരു തരത്തിലും ഇളക്കമില്ലാത്ത ഭക്തി എന്നിൽ എപ്പോഴും ഉണ്ടാകണം. അങ്ങയുടെ നാമം സദാസമയം കേൾക്കുവാൻ എനിക്ക് സാധിക്കണം. അങ്ങയുടെ നാമം കേൾക്കുന്നിടത്തോളം കാലം, അങ്ങയുടെ ചരിത്രമുള്ളിടത്തോളം കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ എനിക്ക് അനുമതി നൽകണം. മറ്റു വരമൊന്നും തന്നെ എനിക്ക് വേണ്ടതില്ല പ്രഭോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമന്റെ മുമ്പിൽ ഹനുമാൻ സ്വാമി നമസ്കരിക്കുകയാണ്. പുണ്ടരീകാക്ഷൻ അനുഗ്രഹം നൽകിനാൻ. അത് കേട്ടിട്ട് സന്തോഷത്തോടുകൂടി ശ്രീരാമൻ അനുഗ്രഹം നൽകുകയാണ്. മൽക്കഥയുള്ള നാൾ മുക്തനായി വാഴുക നീ, ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വവും സഖേ. എന്റെ കഥ ഈ ലോകത്തുള്ളിടത്തോളം കാലം അല്ലയോ ഹനുമാനെ നീ ജീവിച്ചാലും അത് കേട്ട് ജീവിച്ചാലും എന്ന് പറയുന്നു. ഹേ മാരുതപുത്ര, ഞാൻ നിന്റെ ആഗ്രഹം നിറവേറ്റുകയാണ് എന്ന് പറഞ്ഞിട്ട്, ഹേ വായുപുത്ര, എന്റെ ചരിത്രം എത്ര കാലം ഈ ഭൂമിയിൽ നിലനിൽക്കുമോ അത്രയും കാലം ജീവൻ മുക്തനായിട്ട് നീ ജീവിച്ചിരിക്കട്ടെ എന്ന് ഹനുമാൻ സ്വാമിയെ ശ്രീരാമൻ അനുഗ്രഹിച്ചു. സീതാദേവിയും ഹനുമാൻ സ്വാമിയെ അനുഗ്രഹിക്കുന്നു. ആനന്ദ ബാഷ്പവരീതാക്ഷനായവൻ വീണു നമസ്കൃത്യ പിന്നെയും രാമസീതാജ്ഞയ പാരം പണിപ്പെട്ട് രാമപാദാബ്ജവും ചിന്തിച്ച് ചെന്നു ഹിമാചലം പൊക്കൂ തപസ്സിനായി. അപ്രകാരം ഹനുമാൻ സ്വാമിക്ക് ശ്രീരാമൻ അനുഗ്രഹം നൽകിയപ്പോൾ ഹനുമാൻ സ്വാമി ശ്രീരാമനെയും സീതാദേവിയെയും നമസ്കരിച്ചുകൊണ്ട് ആനന്ദാശ്രുകൾ വർഷിച്ചുകൊണ്ട് ശ്രീരാമനെയും സീതാരാമന്മാരെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് സീതാരാമന്മാരെ വീണ്ടും നമസ്കരിച്ച് ആ ശ്രീരാമചന്ദ്രനെ സീതാദേവിയെ ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് വളരെ പ്രയാസപ്പെട്ട് തപസ്സിനായിട്ട് ഹിമാലയത്തിലേക്ക് പുറപ്പെടുന്നു. പിന്നെ ഗുഹനെ വിളിച്ചു മനുകരൻ ഗച്ഛസഖേ പുരം ശൃംഗിവേരം. പിന്നെ ശൃംഗിവേരത്തിൽ അധിപനായിട്ടുള്ള ഗുഹനെ അരികിൽ വിളിച്ചു പറഞ്ഞു, ഇനി നീ ശൃംഗിവേരപുരത്തിൽ പോയി എൻ്റെ സ്മരണയോടുകൂടിയിട്ട് ഇഷ്ടഭോഗങ്ങളെല്ലാം ഭുജിച്ചുകൊണ്ട് ആ രാജ്യം ഭരിക്കുക. ദിവ്യങ്ങളായിട്ടുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം കൊടുത്ത് ഗുഹനെ യാത്രയാക്കി.
ആ പരമഭക്തൻ ഭഗവാനെ പിരിഞ്ഞു പോകാൻ ശക്തനല്ലാത്തത് കൊണ്ട് സങ്കടപ്പെട്ടു നിന്നു. കരുണനിധിയായ ഭഗവാൻ അവനെ മാറോടണച്ച് ആശ്ലേഷിച്ചു. വിയോഗ ദുഃഖത്തോടുകൂടി ഗുഹൻ ഗംഗാതീരത്തുള്ള ശൃംഗിവേരത്തേക്ക് പ്രവേശിച്ചു. അനന്തരം സുഗ്രീവാദി വാനരന്മാരെ എല്ലാവരെയും വിളിച്ച് വിലമതിക്കാനാവാത്ത വസ്ത്രാഭരണങ്ങളും അതുപോലെ സുഗന്ധ ലേപനങ്ങളും എല്ലാം വേണ്ടുവോളം കൊടുത്ത് ശ്രീരാമൻ അവരെയെല്ലാം തൃപ്തിപ്പെടുത്തി. എല്ലാവരെയും മാറോട് ചേർത്ത് ആശ്ലേഷിച്ച് കിഷ്കിന്ധയിൽ പോയി സുഖമായി വസിച്ചുകൊള്ളൂ എന്ന് അറിയിച്ചു. സുഗ്രീവാദികൾ യോഗ ദുഃഖത്തെ പണിപ്പെട്ടടക്കി കിഷ്കിന്ധയിലേക്ക് യാത്ര തിരിക്കുന്നു. വാനരന്മാർ പിരിഞ്ഞുപോയ സമയത്ത് ശ്രീരാമൻ തന്റെ ഭാര്യയുടെ പിതാവായ ജനക മഹാരാജാവിനെ വേണ്ട വിധത്തിൽ ഉപചരിച്ച് സീതാദേവിയെ കൊണ്ട് പലതരത്തിലുള്ള പാരിതോഷികങ്ങളുമൊക്കെ കൊടുപ്പിച്ച് മിഥിലയിലേക്ക് യാത്രയാക്കി. കാശി രാജാവിനും ഇഷ്ടം പോലെ വസ്ത്രാഭരണങ്ങൾ നൽകി. മറ്റു സാമന്ത രാജാക്കന്മാർക്കും വേണ്ടുവോളം പാരിതോഷികങ്ങൾ നൽകി എല്ലാവരെയും സന്തോഷത്തോടുകൂടി യാത്രയയച്ചു. ഇത്രയും കഴിഞ്ഞപ്പോൾ രാക്ഷസ രാജാവായ വിഭീഷണൻ വന്ന് ശ്രീരാമനെ വന്ദിക്കുന്നു. ഭഗവാൻ സ്നേഹപൂർവം അവനെ തഴുകിക്കൊണ്ട് പറഞ്ഞു, ലങ്കാധിപനായിട്ടുള്ള വിഭീഷണ, നീ എന്റെ ബന്ധുവായി നിന്ന് സഹായിച്ചത് കൊണ്ടാണ് എനിക്ക് ശത്രുക്കളെയെല്ലാം വധിക്കാൻ സാധിച്ചത്. ആ ഉപകാരസ്മരണ എപ്പോഴും എനിക്ക് നിന്നോടുണ്ടായിരിക്കും. ആ ചന്ദ്ര താരകം ലങ്കയിൽ വാഴുക നീ. ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ ഉള്ള കാലം, അത്രയും കാലം നീ ലങ്കാധിപനായിട്ട് തന്നെ തുടരണം. ശത്രുഭയം നിനക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. എന്നെ ഒരിക്കലും മറക്കാതെ എപ്പോഴും വിഷ്ണു പൂജ ധ്യാനാദിയോട് കൂടിയിട്ട് അല്ലയോ വിഭീഷണ നീ വസിച്ചാലും. ഇങ്ങനെ പറഞ്ഞ് നിരവധി രത്നങ്ങളും സ്വർണങ്ങളും എല്ലാം നൽകി വിഭീഷണനെ പുണർന്ന് യാത്രയാക്കുന്നു. പിരിഞ്ഞു പോകാൻ ശക്തിയില്ലാതെ വിഭീഷണൻ കണ്ണീർ വാർത്തു. ഗദ്ഗത കണ്ഠനായിട്ട് ഒരു വിധത്തിൽ യാത്ര പറഞ്ഞ് ലങ്കയിലെത്തി സുഹൃത്തുക്കളോടൊപ്പം ശ്രീരാമനെ ചിന്തിച്ചുകൊണ്ട് വസിച്ചു. ശ്രീരാമന്റെ രാജ്യ ഭാര ഫലമാണ് ഇനി പറയുന്നത്. ജാനകി ദേവിയോട് കൂടിയിട്ട് രാഘവൻ ശ്രീരാമൻ അയോധ്യയിൽ സകല രാജഭോഗങ്ങളോടുകൂടിയും അനുഭവിച്ച് അശ്വമേധാദി യാഗങ്ങളും ചെയ്ത് ലോകം മുഴുവൻ കീർത്തി പരത്തി പ്രജകൾക്ക് സമ്പൂർണ്ണ സൗഖ്യം വരുത്തി ലോകരക്ഷ ചെയ്തു പോരുന്നു. സ്ത്രീകൾ വൈധവ്യ ദുഃഖം ബാധിക്കാതെ ദീർഘ സുമംഗലികളായിട്ട് ഭവിച്ചു. രോഗപീഠ അയോധ്യയിൽ ആർക്കുമില്ല. ഭൂമി സസ്യ പരിപൂർണയായിട്ട് തീർന്നു. കള്ളന്മാരെ കൊണ്ടുള്ള ഭയം ഒരിടത്തും തന്നെയില്ല. ബാലമരണങ്ങളില്ല. കാലം തെറ്റാതെ മഴ പെയ്തു. കൃത്യസമയത്ത് തന്നെ മഴ പെയ്തു തുടങ്ങി. മനുഷ്യരെല്ലാം തന്നെ രാമപൂജ തൽപരരായിട്ട് മാറി. വർണ്ണാശ്രമധർമ്മങ്ങൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കപ്പെട്ടു. എല്ലാവരും സദാചാര തൽപരരായിട്ട് മാറി. പരതാരങ്ങളെയോ പരദ്രവ്യത്തെയോ മറ്റുള്ളവന്റെ ഭാര്യയെയോ മറ്റുള്ളവന്റെ സമ്പത്തിനെയോ ആരും തന്നെ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു കാലം വന്നു. ഇന്ദ്രിയ നിഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പരനിന്ദയോ പരദൂഷണമോ ആരും തന്നെ ചെയ്തിട്ടില്ല. പുത്രന്മാരെ എങ്ങനെയാണോ പിതാവ് സംരക്ഷിക്കുന്നത് അതേപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ തന്റെ പ്രജകളെ എല്ലാവരെയും സംരക്ഷിച്ചു. അയോധ്യാവാസികളായ ജനങ്ങൾക്ക് ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള സുഖഭോഗങ്ങൾ സ്വപ്നത്തിൽ പോലും ലഭിക്കുകയില്ല എന്നിവിടെ കൂട്ടിച്ചേർക്കുന്നു. വൈകുണ്ഠവാസ സൗഭാഗ്യത്തിന് തുല്യമായ ശോകമോഹങ്ങൾ അകന്ന് അവർ സന്തോഷത്തോടു കൂടിയിട്ട് അയോധ്യയിൽ വസിക്കുന്നു. രാമായണത്തിന്റെ ഫലശ്രുതി. അധ്യാത്മ രാമായണമിതം എത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം. പരമശിവനാൽ പറയപ്പെട്ട അരുളി ചെയ്യപ്പെട്ട ഈ അധ്യാത്മ രാമായണം പാരായണം ചെയ്ത് പഠിക്കുന്നവർക്ക് അധ്യയനം ചെയ്യിൽ മർത്യന് ഈ ജന്മന മുക്തി സിദ്ധിക്കും, അതിനില്ല സംശയം. ഇത് പരമശിവനാൽ അരുളി ചെയ്യപ്പെട്ട സാക്ഷാൽ പരമശിവനാൽ അരുളി ചെയ്യപ്പെട്ട ഈ അധ്യാത്മ രാമായണം പാരായണം ചെയ്ത് പഠിക്കുന്നവർക്ക് ഈ ജന്മത്തിൽ തന്നെ മോക്ഷം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബന്ധുക്കളും ധനധാന്യാദികളും ഒക്കെ അവർക്ക് വർദ്ധിക്കും. ശത്രുക്കളൊക്കെ നശിക്കും. ആരോഗ്യം വർദ്ധിക്കും. ദീർഘായുസ് ഉണ്ടാകും. ഭക്തിയോടുകൂടി പഠിക്കുകയോ ചൊല്ലുകയോ ചെയ്താൽ മഹാപാതകങ്ങളിൽ നിന്ന് പോലും തൽക്ഷണം അവർ മുക്തരാവുകയും ചെയ്യും. അർത്ഥം ആഗ്രഹിക്കുന്നവന് ധനം ആഗ്രഹിക്കുന്നവന് ധനം ലഭിക്കും. പുത്രനെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല പുത്രനെ ലഭിക്കും. സജ്ജനങ്ങളുടെ അംഗീകാരം ലഭിക്കും. വിദ്യ ആഗ്രഹിക്കുന്നവർ മഹാപണ്ഡിതന്മാരായിട്ട് തീരും. സന്താനമില്ലാത്ത യുവതി രാമായണം ശ്രദ്ധയോടെ കേൾക്കുകയാണെങ്കിൽ പോലും അവൾക്ക് സന്താനമുണ്ടാകും. ബന്ധനങ്ങളിൽ നിന്ന് അവർ മോചിതരാകും. സകല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള ശക്തി ഈ രാമായണം പാരായണത്തിലൂടെ സാധിക്കും. ദുഃഖിതൻ സുഖയായിട്ട് തീരും. ഭയമുള്ളവൻ നിർഭയനായിട്ട് മാറും. രോഗി സകലവിധ രോഗങ്ങളിൽ നിന്നും മുക്തനായി തീരും. ഭൗതികമായോ ദൈവീകമായോ ആത്മീയമായോ ഉണ്ടാകുന്ന എല്ലാ ദുഃഖങ്ങളും നശിക്കുകയും ചെയ്യും. ദേവന്മാരുടെയും മുനിമാരുടെയും പിതൃക്കളുടെയും ഒക്കെ അനുഗ്രഹം അവർക്കുണ്ടാകും. സകല പാപങ്ങളും നശിക്കും. അത് മാത്രമല്ല പരമപുരുഷാർത്ഥങ്ങളായിട്ടുള്ള ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ അവർക്ക് സാധിക്കുകയും ചെയ്യും. ഇപ്രകാരം ഈ അധ്യാത്മ രാമായണം ശ്രീ പരമേശ്വരൻ പാർവതി ദേവിക്ക് ഇത്തരത്തിൽ ഉപദേശിച്ചു കൊടുത്തു. അധ്യാത്മ രാമായണം പരമേശ്വരൻ
അദ്രിസുതയ്ക്ക് ഉപദേശിച്ചിതാതരാൽ നിത്യവും ശുദ്ധബുദ്ധിയ ഗുരുഭക്തി പൂണ്ട് അധ്യയനം ചെയ്യലും മുതാ കേൾക്കലും നിത്യവും എല്ലാ ദിവസവും ശുദ്ധ ബുദ്ധിയോട് കൂടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് കളങ്കമില്ലാത്ത മനസ്സോട് കൂടിയിട്ട് ഗുരുഭക്തി പൂണ്ട് ഗുരുവിനോടുള്ള ഭക്തിയോട് കൂടിയിട്ട് ഈ രാമായണത്തെ അധ്യയനം ചെയ്യുകയാണെങ്കിലും അത് മുതാ കേൾക്കുകയാണെങ്കിലും സിദ്ധിക്കും എല്ലാം അഭീഷ്ടം എന്നിങ്ങനെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നടക്കും, ആഗ്രഹങ്ങളെല്ലാം തന്നെ സാധിക്കും, എല്ലാ ആഗ്രഹങ്ങളും സിദ്ധിക്കും. ഈ പറഞ്ഞതെല്ലാം പരമാർത്ഥമാണ്. ബദ്ധമോദം പരമാർത്ഥവിതൊക്കവേ ഭക്തിയാ പറഞ്ഞടങ്ങി കിളി പൈതലും. ഈ പറഞ്ഞതെല്ലാം പരമാർത്ഥമാണ് എന്ന് ഭക്തിയോടുകൂടി പറഞ്ഞിട്ട് പൈങ്കിളി സംതൃപ്തിയോട് കൂടിയിട്ട് ആ കഥ പറച്ചിൽ അവസാനിപ്പിക്കുകയാണ്. ഭക്തിയാ പറഞ്ഞടങ്ങി കിളി പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. സന്തോഷത്തോടു കൂടിയിട്ട് മനസ്സ് തെളിഞ്ഞ് ഈ ലോകത്തുള്ള ജനങ്ങളൊക്കെ രാമായണം കേട്ട്, രാമന്റെ കഥ കേട്ട്, രാമന്റെ ചരിത്രം കേട്ട്, ഈ തത്വങ്ങളെല്ലാം കേട്ട് പരമാനന്ദ ലഹരിയിൽ മുഴുകുകയും ചെയ്തു. ഇത് അധ്യാത്മ രാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാന്ഡം സമാപ്തം. ഇപ്രകാരം ഉമാമഹേശ്വര സംവാദ രൂപമായിട്ടുള്ള അധ്യാത്മ രാമായണം കിളിപ്പാട്ടിന്റെ യുദ്ധകാന്ഡം ഇവിടെ പൂർണ്ണമായിട്ടും സമാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പാഠ്യഭാഗം സമാപിക്കുകയാണ്. ഈ ഒരു പാഠ്യഭാഗം വളരെ വളരെ ഹൃദയവൃക്കായിട്ടുള്ള അല്ലെങ്കിൽ ഹൃദയഭേദകമായിട്ടുള്ള, ഹൃദയത്തിന് സാന്ത്വനമേകുന്ന, അതുപോലെ തന്നെ ആ ഒരു സന്തോഷം നൽകുന്ന, വേദന നൽകുന്ന ഒരു ഭാഗം കൂടിയാണ്. സന്തോഷം നൽകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വേദന രാമനെ പിരിഞ്ഞു പോകുന്ന ആ വിവിധങ്ങളായിട്ടുള്ള രാജാക്കന്മാര്, പ്രത്യേകിച്ച് സുഗ്രീവൻ, വിഭീഷണൻ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ രാമന്റെ കൂടെ വന്ന ഭാഗമൊക്കെ നമ്മൾ കണ്ടു. എന്നിട്ട് അവർ പിരിഞ്ഞു പോകുന്ന ഭാഗം കണ്ടു. ഇതൊക്കെ തീർച്ചയായിട്ടും അയോധ്യയിൽ നടക്കുന്നത് പോലെ നമ്മുടെ മനസ്സിൽ നടക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ പട്ടാഭിഷേകം ഉണ്ടാകുന്നത്. ഇതിൽ നമ്മൾ ആദ്യം കണ്ടത് അയോധ്യ പ്രവേശമാണ്. അയോധ്യ പ്രവേശത്തിൽ നാം കണ്ടു സുഗ്രീവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭരതൻ പറയുന്നു, പഞ്ചമഭ്രാത ഭവാൻ ഞങ്ങളുടെ അഞ്ചാമത്തെ സഹോദരനാണ് അങ്ങെന്ന് പറയുന്നു. ഇവിടെ ഭരതന്റെ മനസ്സിന്റെ വലിപ്പവും സുഗ്രീവന്റെ സേവനത്തിന്റെ ഫലവുമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുഗ്രീവൻ ഇവിടെ പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ വാനരനാണ്. ആ വാനരനായിട്ടുള്ള സുഗ്രീവനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പറയുന്നത് ഞങ്ങളുടെ അഞ്ചാമത്തെ സഹോദരനാണ് എന്ന്. കാരണം സുഗ്രീവന്റെ സഹായം അത്രത്തോളം വലുതാണ്. സുഗ്രീവന്റെ സൈന്യം ആ ലക്ഷക്കണക്കിന് വരുന്ന വാനരന്മാരോട് ചേർന്നിട്ടാണ് ശ്രീരാമൻ രാവണനെ വധിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായത്. അതുകൊണ്ട് തന്നെ സുഗ്രീവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭരതൻ പറയുന്ന വാക്ക് നാം ചിന്തിക്കേണ്ടതാണ്. മറ്റൊന്ന്, മാതാവിന്റെ പാദം നമസ്കരിച്ച് കൗസല്യ മാതാവിന്റെ പാദം നമസ്കരിച്ചപ്പോൾ കൗസല്യ മാതാവ് ചേർത്ത് പിടിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആ അമ്മയുടെ മുലപ്പാൽ ചുരന്നു വന്നത് കണ്ടു. കാരണം തന്റെ മകനോടുള്ള വാത്സല്യം, ആ 14 വർഷങ്ങൾക്ക് മുമ്പ് മകന്റെ മുഖഭാവം കണ്ട സമയത്ത് എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ വന്നിരുന്നിടു നീ ഭുജിക്കൂ, എന്നൊക്കെ വിശക്കുന്നുണ്ടോ, പാലം വിശക്കയോ എന്ന് ചോദിച്ച് ഭക്ഷണം വിളമ്പാൻ തയ്യാറായപ്പോൾ അച്ഛന്റെ വാക്ക് പാലിക്കലാണ് ആദ്യധർമ്മം, അതുകൊണ്ട് ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രം അരണ്യവാസത്തിന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് വനത്തിലേക്ക് പോയ ആ മകനെയാണ് 14 വർഷങ്ങൾക്ക് ശേഷം മാതാവിന് തിരികെ ലഭിക്കുന്നത്. ആ മാതാവ് ചേർത്ത് പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അമ്മയുടെ സ്നേഹം ആ മുലപ്പാലിന്റെ രൂപത്തിൽ അവിടെ മുലപ്പാൽ ചുരന്നു വരികയാണ്. ആ അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധത്തെ അവിടെ സൂചിപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നു ഭരതൻ തന്റെ ശിരസിൽ വെച്ചിരിക്കുന്ന ശ്രീരാമന്റെ പാദത്തിലേക്ക് വെച്ചുകൊണ്ട് പറയുന്നു, ഈ പാതുകം അങ്ങ് സ്വീകരിക്കണം, ഈ രാജ്യം സ്വീകരിക്കണം. പണ്ടേതിൽ നിന്ന് 10 മടങ്ങ് ആയുടനുണ്ട് രാജഭണ്ഡാരവും ഭൂപതേ. പണ്ടത്തേതിനേക്കാൾ രാജഭണ്ഡാരം വർദ്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെ അങ്ങയുടെ സഹായം കൊണ്ടാണ്, അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ്, അങ്ങയുടെ കരുണ കൊണ്ടാണ്. അങ്ങനെ ഈ രാജ്യത്തെയും ഞങ്ങളെയും ഈ ലോകത്തെയും പരിപാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമന് ആ രാജ്യം സമർപ്പിക്കുന്ന ഒരു ഭാഗം. ഈ 3 കാര്യങ്ങൾ നാം ചിന്തിച്ചാൽ, ഒന്ന്, പഞ്ചമഭ്രാത ഭവാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭരതൻ സുഗ്രീവനെ ചേർത്ത് പിടിക്കുന്നതും, അതുപോലെ തന്നെ ശ്രീരാമനെ ചേർത്ത് പിടിക്കുമ്പോൾ ശ്രീരാമനെ കാണുമ്പോൾ അവർ മാതൃസ്നേഹം അവിടെ നുരയുന്നതും, അതുപോലെ തന്നെ പാതുക സമർപ്പണത്തിന് ഭരതൻ ശ്രീരാമന്റെ മുമ്പിൽ നമസ്കരിക്കുമ്പോഴും നാം മനസ്സിലാക്കുന്നത് എത്ര സന്ദേശമാണ്, എത്ര തത്വബോധമാണ്, എത്ര ജീവിത മാർഗമാണ്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തിന് വേണ്ട ഉപദേശമാണ് ഈ രാമായണം നമുക്ക് മുമ്പിൽ നൽകുന്നത് എന്നാണ്. കേവലം ഒരു വാനരനായിട്ട് പോലും സുഗ്രീവനെ തന്റെ സഹോദരനെ പോലെ സ്നേഹിക്കുവാൻ, സഹോദരനാണ് എന്ന് ഉറപ്പിക്കുവാൻ ഭരതനും ബാക്കിയുള്ള സഹോദരന്മാർക്കും സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഉപകാരം ചെയ്തവനെ ചേർത്ത് പിടിക്കാനും, ധർമ്മത്തിന് ആരാണോ സഹായിച്ചത് അവനെ ചേർത്ത് പിടിക്കാനും, ഞാൻ മുൻപ് പറഞ്ഞു ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം നമ്മളെ രക്ഷിക്കുമെന്ന് മുൻപൊരു അധ്യായത്തിൽ പറഞ്ഞു. എന്നതുപോലെ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി തയ്യാറായ ആ സുഗ്രീവനെ തന്റെ സഹോദരനെ പോലെ കാണുവാൻ പഠിപ്പിച്ച ഭാരതത്തിന്റെ സംസ്കാരം ഇന്ന് നോക്കൂ. സ്വന്തം സഹോദരന്മാരോട് പോലും എങ്ങനെയാണ് ഇന്നത്തെ കുടുംബങ്ങളിലുള്ള ആളുകൾ പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കുക. സ്വന്തം സഹോദരനെ പോലും കണ്ടുകൂടാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് രാമായണത്തിന്റെ ഈ ഒരു സഹോദര്യത്തിന്റെ ഭാവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പലതും. മറ്റൊന്ന്, മാതാവിന്റെ മുലപ്പാൽ ചുവന്ന കാര്യം ഞാൻ പറഞ്ഞു.
14 വർഷങ്ങൾക്ക് ശേഷം കാണുന്ന അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം ഇന്ന് എത്ര കുടുംബങ്ങളിൽ ആ അമ്മയും മകനും അല്ലെങ്കിൽ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മറ്റൊന്നാണ് പാതുക സമർപ്പണത്തിന് ഭരതൻ തന്റെ ജ്യേഷ്ഠനായ രാമൻ എന്ന് വനത്തിൽ പോയോ അന്ന് മുതൽ രാമൻ ജീവിച്ചതുപോലെ ഫലമൂലാദികൾ മാത്രം ഭുജിച്ചുകൊണ്ട്, അതുപോലെ ജടാമകുടങ്ങൾ ധരിച്ചുകൊണ്ട്, ഒരു സന്യാസിയെ പോലെ നന്ദിഗ്രാമിലെ ഒരു ഗുഹയിൽ ഒരു സിംഹാസനത്തിൽ രാമന്റെ പാതുകം വെച്ചുകൊണ്ട് അവിടെ കാത്തിരിക്കുന്ന രാമനും അവിടെ കാത്തിരിക്കുന്ന ഭരതനും ശത്രുഘ്നനും, ആ രണ്ടുപേരും ഉത്തമ ഉദാഹരണമാണ് സഹോദര്യ ബന്ധത്തിന്റെ. കാരണം തനിക്ക് കിട്ടിയ സർവസ്വവും, ഈ രാജ്യം, അതിന്റെ സമ്പത്ത്, അതെല്ലാം തന്നെ ശ്രീരാമന് സമർപ്പിക്കുകയാണ്. അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് എനിക്കിതെല്ലാം ലഭിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങാണ് ഞങ്ങളെ സംരക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ദാസഭാവത്തിൽ നിൽക്കുന്ന ഭരതന്റെ ഭക്തി, അത് സാഹോദര്യ ബന്ധത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. അതേ ഭരതനാണ് സുഗ്രീവനെ തന്റെ ജ്യേഷ്ഠനായിട്ട് അല്ലെങ്കിൽ തന്റെ സഹോദരനായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോൾ ആ സാഹോദര്യ ബന്ധത്തിന്റെയും കുടുംബ ബന്ധത്തിന്റെയും മാതൃവാത്സല്യത്തിന്റെയും കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങൾ എങ്ങനെയാണ് ഇന്നത്തെ കാലത്തും അത് ഉപയോഗിക്കേണ്ടത്, ഇന്നത്തെ കാലത്തും അത് നിലനിർത്തേണ്ടത് എന്നുള്ള വലിയൊരു സന്ദേശം ആ പാഠഭാഗം നമുക്ക് നൽകുന്നുണ്ട്. രാജ്യാഭിഷേക സമയത്ത് ശ്രീരാമൻ ആചാര്യ വന്ദനം നൽകുമ്പോൾ ആചാര്യന്റെ വസിഷ്ഠന്റെ മുമ്പിലെത്തിയിട്ട് നമസ്കരിക്കുമ്പോൾ ആശീർവദനം ചെയ്തിട്ട് ഗുരുവിന്റെ നിർദ്ദേശം കിട്ടിക്കഴിയുമ്പോഴാണ് ശ്രീരാമൻ അവിടെ ഇരിക്കുന്നത് പോലും. ദേശികാനുജ്ഞയാ ഭദ്രാസനേ ഭവി ദാശരഥിയും ഇരുന്നരുളിയിടിനാൻ. ദേശികന്റെ അനുജ്ഞ കൊണ്ട് ഗുരുവിന്റെ അനുജ്ഞ കിട്ടിയപ്പോൾ, ഗുരു ഇരിക്കാൻ പറഞ്ഞപ്പോഴാണ് ശ്രീരാമൻ ഇരിക്കുന്നത് പോലും. സാക്ഷാൽ മഹാവിഷ്ണുവാണ് എന്ന്, സാക്ഷാൽ നാരായണനാണ് എന്ന് വസിഷ്ഠൻ അറിയാതെയല്ല, പക്ഷേ ഗുരുവിന്റെ സ്ഥാനം നൽകുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. ശ്രീരാമൻ ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് ഗുരു പറഞ്ഞപ്പോഴാണ് ഇരുന്നത് പോലും എന്നുള്ളത് ഗുരുവിന്റെ മഹത്വത്തെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നു. അപ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ അച്ഛന്റെ മഹത്വം, അതുപോലെ തന്നെ സഹോദരന്റെ മഹത്വം, അമ്മയുടെ മഹത്വം, മകന്റെ കർത്തവ്യം, ഗുരുവിന്റെ മഹത്വം, ശിഷ്യന്റെ കർത്തവ്യം തുടങ്ങി എല്ലാം തന്നെ ആ ചുരുക്കം വരികളിലൂടെ തന്നെ കൃത്യമായിട്ട് നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട്. ആ ഗുരുവിന്റെ മുമ്പിലിരിക്കുന്ന സമയത്ത് എല്ലാവരും ഈ രാജ്യഭാരം ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ അനുവാദം നൽകുകയും അതിനുശേഷം ജഡാഭാര ശോധന ചെയ്ത് സമ്പൂർണ്ണബോധം കുളിച്ച് രാജ്യഭാരം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് പിന്നീട് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത് ശ്രീരാമന്റെ ഘോഷയാത്രയാണ്. ആ മനോഹരമായിട്ടുള്ള സ്വർണ്ണരഥത്തിൽ ശ്രീരാമൻ ഇരിക്കുമ്പോൾ ഭരതൻ ആ തേര് തെളിക്കുകയും വിഭീഷണനും അതുപോലെ ശത്രുഘ്നനും ലക്ഷ്മണനും വെൺകൊറ്റക്കുടയും വെഞ്ചാമരവും പിടിച്ചുകൊണ്ട് അവരെ അനുഗമിക്കുമ്പോൾ, അതുപോലെ ബാക്കിയുള്ള വാനന്മാരെല്ലാവരും തന്നെ ശ്രീരാമന്റെ രഥത്തിന് അകമ്പടിയായിട്ട് ആ മനോഹരമായിട്ടുള്ള ഘോഷയാത്ര, ആ രഥയാത്ര മുന്നോട്ട് പോകുമ്പോൾ ആ ഓരോ മാളികകളുടെ മുകളിൽ ഇരുന്നു കൊണ്ട് ആളുകൾ ശ്രീരാമനെ വീക്ഷിക്കുന്നതും ശ്രീരാമന്റെ മന്ത്രം ഉച്ചത്തിൽ ഉച്ചരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ മനോഹരമായിട്ടുള്ള ആ യാത്ര ചെന്ന് ശ്രീരാമന് പട്ടാഭിഷേകം നടക്കുകയാണ്. ആ മനോഹരമായിട്ടുള്ള രംഗം നമ്മൾ കണ്ടു. പട്ടാഭിഷേകത്തിന് ശേഷം വാനരാദികൾക്ക് അനുഗ്രഹം കൊടുക്കുന്ന ഭാവത്തിലാണ് നാം ഹനുമാൻ സ്വാമി അവിടെ നിന്നും ഹിമാലയത്തിലേക്ക് പോകുന്ന ഭാവം കാണുന്നത്. അവിടെ ഹനുമാൻ സ്വാമിയോട് സീതാദേവിക്കുണ്ടായിരുന്ന ഏറ്റവും വാത്സല്യം, തന്റെ മകനോടെന്നതുപോലെയുള്ള വാത്സല്യം, ഹനുമാൻ സ്വാമിക്ക് തന്റെ അമ്മയോടെന്നതുപോലെയുള്ള ഒരു സ്നേഹം അതിവിടെ സുവ്യക്തമാവുന്നുണ്ട്. കാരണം സീതാദേവി ലങ്കയിലിരിക്കുന്ന സമയത്ത് ഹനുമാൻ സ്വാമി ചെന്നിട്ട് സീതാദേവിയെ നമസ്കരിച്ച് പറയുന്നു, അമ്മേ, ഞാൻ രാമന്റെ ദൂതനാണ് എന്ന് പറയുമ്പോൾ, മകനെ, നീ എന്റെ കാര്യം രാമനോട് ചെന്ന് അറിയിക്കൂ എന്ന് പറയുന്ന അവിടെ മുതൽ ആരംഭിക്കുന്ന ആ മാതൃവാത്സല്യവും അതുപോലെ പുത്രവാത്സല്യവും കൃത്യമായിട്ട് നമുക്കിവിടെ സ്പഷ്ടമായി മനസ്സിലാകുന്നു. ശ്രീരാമൻ ഏറ്റവും നല്ല ഒരു രത്നം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മാല സീതാദേവിയുടെ കഴുത്തിലേക്ക് ധരിപ്പിച്ചു കൊടുത്തപ്പോൾ സീതാദേവി ആ മാല എടുത്തുകൊണ്ട് ശ്രീരാമനെയും ഒന്ന് നോക്കുന്നു, മാലയിലും നോക്കുന്നു, ഹനുമാൻ സ്വാമിയെയും നോക്കുന്നു. ഇവിടെ വ്യക്തമാവുന്നത് സീതാദേവിക്ക് ഏറ്റവും വിലപ്പെട്ടതായിട്ട് ലഭിച്ച ആ മാല തന്റെ മകനെ പോലെ കരുതുന്ന ഹനുമാൻ സ്വാമിക്ക് നൽകണമെന്നാണ്. എന്നാൽ തന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ അത് ചെയ്യുകയും സാധ്യമല്ല, ധർമ്മം അനുശാസിക്കുന്നില്ല. അതുകൊണ്ട് ആ മാലയിലും നോക്കുന്നു, ഹനുമാൻ സ്വാമിയെയും നോക്കുന്നു, ശ്രീരാമനെയും നോക്കുന്നു. സീതാദേവിയുടെ മനസ്സിലാക്കിയ ശ്രീരാമൻ സീതാദേവിയോട് പറയുന്നു, ഇക്കണ്ടവർകളിൽ ഇഷ്ടനാകുന്നതാരോ അവന് നീ ഇത് നൽകൂ എന്ന് പറയുന്നു. അത് പറയാൻ കാരണം ശ്രീരാമൻ അറിയാം ഹനുമാൻ സ്വാമിക്കാണ് നൽകേണ്ടതെന്ന് അറിയാം. പക്ഷെ ഹനുമാന് നൽകൂ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ബാക്കി എല്ലാവർക്കും അതൊരു പ്രയാസമുണ്ടാകും എന്നുള്ളത് കൊണ്ട് ധർമ്മത്തെ അത്ര പോലും മനസ്സിലാക്കിയ ശ്രീരാമൻ പറയുന്നു, നിനക്ക് ഇഷ്ടം തോന്നുന്നത് ആർക്കാണോ അവന് നൽകൂ എന്ന് പറയുന്നു. അപ്പോഴാണ് സീതാദേവി ഹനുമാൻ സ്വാമിയെ അടുത്തേക്ക് വിളിച്ചിട്ട് ഈ മാല നൽകുന്നത്. ആ മാലയും ധരിച്ച് വിളങ്ങിനാൻ ഏറ്റവും ഹനുമാൻ സ്വാമി പരമാനന്ദത്തോടു കൂടിയിട്ട് തന്റെ മാതാവ് തനിക്ക് ഏറ്റവും വിലപ്പെട്ട മാല നൽകിയിരിക്കുന്നു എന്നുള്ള ആ ഭാവത്തോടു കൂടിയിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്.
അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹനുമാൻ സ്വാമിയെ ശ്രീരാമനും സീതാദേവിയും അടുത്ത് വിളിച്ച് ചോദിക്കുന്നു, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? വീണ്ടും വരത്തെ നീ സ്വീകരിച്ചുകൊള്ളൂ, എന്ത് വരവും തരാമെന്ന് പറയുമ്പോഴാണ് ഹനുമാൻ സ്വാമി ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വരം ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നതും. അങ്ങയുടെ നാമം ഈ ലോകത്തുള്ളിടത്തോളം കാലം, അല്ലയോ പ്രഭു, അങ്ങയുടെ നാമവും ചരിതവും ഈ ലോകത്ത് ഉള്ളിടത്തോളം കാലം അത് കേട്ടുകൊണ്ട് ജീവിക്കാനുള്ള അനുഗ്രഹം മാത്രമേ എനിക്ക് വേണ്ടുള്ളൂ. അങ്ങയോടുള്ള ഭക്തിക്ക് യാതൊരു ഇളക്കവും തട്ടാതെ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും നമസ്കരിക്കുമ്പോൾ ശ്രീരാമൻ അത് അങ്ങനെ ആവട്ടെ എന്ന് പറയുകയും ശ്രീരാമന്റെ മുമ്പിൽ സീതാദേവിയുടെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ശ്രീരാമനെയും സീതാദേവിയെയും തന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ദുഃഖത്തോടു കൂടിയിട്ട് ഹിമാലയത്തിലേക്ക് തപസ്സിന് പോകുന്ന ഹനുമാൻ സ്വാമിയെ നമ്മൾ ഇവിടെ കണ്ടു. ആ ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് അതാണ് അയോധ്യാരാമനും ആത്മാരാമനും. അയോധ്യാരാമനെ ആത്മാവിൽ പ്രതിഷ്ഠിച്ചതാണ് ആത്മാരാമൻ. ആ ആത്മാരാമനാണ് ഹനുമാൻ സ്വാമി. അയോധ്യാരാമനെ സേവിച്ച് ഉപാസിച്ച് ആത്മാരാമനായി തീർന്ന ആ ഹനുമാൻ സ്വാമിയുടെ സങ്കല്പത്തിലാണ് ഈ രാമായണം സമർപ്പിക്കപ്പെടുന്നത്. രാമായണത്തിന്റെ ഫലശ്രുതിയിൽ ആഗ്രഹ നിവൃത്തി വരുത്താൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ശ്രീരാമൻ വിവിധങ്ങളായിട്ടുള്ള ഉപചാരങ്ങളും വിവിധങ്ങളായിട്ടുള്ള സമ്മാനങ്ങളും ഒക്കെ നൽകുന്നത് നമ്മൾ കണ്ടു. ആ സമ്മാനങ്ങളെക്കാളൊക്കെ തന്നെ ഏറ്റവും വിലപ്പെട്ട സമ്മാനമാണ് ഹനുമാൻ സ്വാമിക്ക് നൽകിയത് എന്നുള്ള ഒരു ദൃഷ്ടാന്തം കൂടി ഇവിടെ നാം ചിന്തിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഈ രാമായണം കഴിഞ്ഞ 31 ദിവസം കൊണ്ട് അനുസന്ധാനം ചെയ്ത, ചിന്തിച്ച നാം ഇതിന്റെ 1000-ൽ ഒരു അംശത്തിലൂടെ മാത്രമാണ് യാത്ര ചെയ്തത്. 1000-ൽ ഒരു അംശത്തിലൂടെ മാത്രമാണ് കഴിഞ്ഞ 31 ദിവസമായിട്ട് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 31ാമത്തെ ദിവസം ഇവിടെ പര്യവസാനിക്കുമ്പോൾ, സമർപ്പിക്കുമ്പോൾ എപ്രകാരമാണോ ഹനുമാൻ സ്വാമി രാമനെയും സീതാദേവിയെയും ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് കൈലാസത്തിലേക്ക് തപസ് ചെയ്യാൻ വേണ്ടി യാത്രയായത്, അതേ പ്രകാരത്തിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ശ്രീരാമനും സീതാദേവിയും ഹൃദയത്തിൽ വസിക്കുന്ന രീതിയിൽ അവരെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ശ്രീരാമ സങ്കല്പത്തിൽ, സീതാദേവിയുടെ സങ്കല്പത്തിൽ, ധർമ്മത്തിന്റെ സങ്കല്പത്തിൽ, മഹാഗുരുക്കന്മാരുടെ സങ്കല്പത്തിൽ നമ്മുടെ മനസ്സിൽ അവരെ പ്രതിഷ്ഠിച്ചുകൊണ്ട്, സീതാരാമന്മാരെ പ്രതിഷ്ഠിച്ചുകൊണ്ട്, ആ സീതാരാമന്മാരെ പ്രതിഷ്ഠിച്ച ഹനുമാൻ എങ്ങനെയാണോ ധർമ്മത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ടത്, അതേ പ്രകാരത്തിൽ നിലകൊണ്ടു പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പടിയായിട്ട് ഈ രാമായണ സാരം എന്നുള്ള 31 ദിവസത്തെ ഈ ക്ലാസ്സിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്രകാരം സാധിച്ച് അതിലൂടെ ധർമ്മത്തിന് വേണ്ടിയിട്ട് ചിന്തിക്കുവാനും, ധർമ്മത്തിലൂടെ ചിന്തിക്കുവാനും, ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും, ധർമ്മത്തിലൂടെ ജീവിക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു പടിയായിട്ട് ഇത് മാറട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, സങ്കല്പിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുള്ള അനുഗ്രഹം എന്നെ ശ്രവിച്ച ഈ 31 ദിവസം ഈ രാമായണത്തെ അടുത്തറിയാൻ വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും ഉണ്ടാകട്ടെ. അതിന് ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ഗുരുകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സമ്പൂർണ്ണമായിട്ട് ഈ അധ്യാത്മ രാമായണം കർക്കിടകം 1 മുതൽ 31 വരെ നടന്ന രാമായണസാരം ആ മഹാഗുരുവിന്റെ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെയും ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളുടെയും ബ്രഹ്മശ്രീ സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതി തൃപാദങ്ങളുടെയും തൃപാദങ്ങളിൽ സർവാത്മന സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുരുരാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് സീതാറാം. മംഗളം കൗസലേന്ദ്രായ മഹനീയ ഗുണാത്മനേ ചക്രവർത്തി തനൂജായ സർവഭൗമായ മംഗളം. ഓം ശ്രീ ഹനുമത്സേവിത സീതാരാമചന്ദ്ര ഭഗവാൻ കീ ജയ.